പ്രൈസ് ദി ലോർഡ്. ധന്യനായ കർത്താവിന് എല്ലാ മഹത്വവും. ദൈവമക്കളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ വചനമായി നിൽപ്പാൻ, സാക്ഷ്യം വഹിപ്പാൻ ദൈവം തന്ന അവസരത്തിൽ നന്ദി. കർത്താവിന് എല്ലാ മഹത്വവും മഹിമയും സ്തുതി അർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കും, ഇന്ന് വരെ സഹായിച്ച് നാളെ സഹായിക്കും. ആമേൻ. നമുക്ക് പിന്നെയും വചനത്തിലേക്ക് കടന്നു പോകാം. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. നിൻ്റെ ശബ്ദത്തിനായി സ്തോത്രം. ജനത്തിൻ്റെ ഹൃദയങ്ങളെ പണിയണം, ആത്മാക്കളെ പണിയണം, തിരുനാമം മഹത്വപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തന്നെ നമ്മളെ ചിന്തിച്ചു വരുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു യാത്രയാണ് ചിന്തിക്കുന്നത്. ആ യാത്രയില്ല നമ്മളെല്ലാവരും. എന്ന് നമ്മൾ കർത്താവിനെ സ്വീകരിക്കും അന്ന് തൊട്ട് നമ്മൾ സ്വർഗസിയോനിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട ചില സ്റ്റെപ്പുകളിൽ കൂടെ നമ്മൾ കയറിപ്പോകുന്നത്. ഈ ഭാഗങ്ങളൊക്കെ മറ്റ് എല്ലാ പുസ്തകങ്ങളൊക്കെ കുറച്ച് അടുക്കും ചിട്ടയോടുകൂടി റോമാലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1:18 തൊട്ട് 8:30 വരെയുള്ള വേദഭാഗത്ത് അതിങ്ങനെ വളരെ ഭംഗിയായിട്ട് കിടപ്പുണ്ട്. അത് നമ്മൾ ഒന്ന് പറക്കിയെടുത്ത് അത്യാവശ്യമായ ചില ചിന്തകൾ നിങ്ങളുടെ കയ്യിലേക്ക് നേൽപ്പിക്കുക. ഇതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഒരുവൻ കർത്താവ് അവൻ്റെ അകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ ശരീരത്തിൽ, അവൻ മനസ്സിൽ വളരെ പരാജയപ്പെട്ട പാപത്തിൻ്റെ പടുകുഴി കിടക്കുന്നവനാണ്. അവനെ രക്ഷിക്കുവാൻ ലോകത്തിൽ മതങ്ങൾ ശ്രമിക്കുന്നു, മനുഷ്യൻ്റെ എല്ലാ കുറുക്ക് വഴികൾ ശ്രമിക്കുന്നു മനുഷ്യനെ നന്നാക്കാൻ, രക്ഷിക്കാൻ. എല്ലാ ശ്രമങ്ങളും അമ്പെ പരാജയപ്പെടുന്നു എന്നാണ് റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായത്തിൻ്റെ ആധാരത്തിൽ ചിന്തിക്കുകയുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പരാജയപ്പെട്ടു കിടക്കുന്ന, പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ സ്നേഹനിധിയായ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ തീരുമാനിച്ചു. ഇറങ്ങി വന്ന് നമ്മളെ എവിടെല്ലാം പരാജയത്തിൻ്റെ പടുകുഴിയിൽ, നെല്ലിപ്പലകയിൽ കിടക്കുന്നുവോ ആ ഭാഗത്തേക്ക് വന്ന് നമ്മളെ അവിടെ നിന്ന് പിടിച്ച് ഉയർത്തി കർത്താവെന്ന പാറമേൽ നിർത്തി നമ്മുടെ വായിൽ പ്രത്യാശയുടെ ആനന്ദത്തിൻ്റെ പാട്ട് തന്ന് നമ്മളുടെ സാക്ഷ്യവും പാട്ടും ആനന്ദത്തിലൂടെ ആയിരങ്ങൾ വെളിച്ചത്തിൽ വരണം, ഒരത്ഭുതമായി നമ്മൾ മാറണം. ഇതാണ് ക്രിസ്തീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ റോമർ 8:29-30 നിന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു. എന്താ വായിച്ച്? നമ്മുടെ കർത്താവ് ആരാകണം? അനേക പുത്രന്മാരിൽ, സഹോദരന്മാരിൽ ആദ്യജാതൻ. നമുക്കറിയാം എങ്ങനെ നമ്മുടെ ഏക മകൻ ആദ്യജാതനാകുന്നെന്ന്. വിവാഹം കഴിച്ച ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ പറയും ഇതെൻ്റെ ഏക മോനാണ്. എന്നാൽ രണ്ടാമതൊരു കുഞ്ഞ്, മൂന്നാമതൊരു കുഞ്ഞ്, നാലാമതൊരു കുഞ്ഞ്, അപ്പോൾ ഏകജാതൻ ആദ്യജാതനായി മാറുന്നു. മനസ്സിലായല്ലോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എങ്ങനെയാ രണ്ടാമത്തെ മൂന്നാമത്തെ കുഞ്ഞുങ്ങൾ ആരാ? നമ്മളൊക്കെയാ. ആമേൻ. ഏകജാതൻ ഭൂമിയിലേക്ക് അയച്ച് കാൽവറി നമ്മളെ വീണ്ടെടുക്കാനുള്ള എല്ലാ രക്ഷണ ശുശ്രൂഷയും കർത്താവ് ചെയ്തതിലൂടെ നമ്മുടെ തകർന്ന കുഴിയിലേക്ക് വന്ന് നമ്മളെ പൊക്കിയെടുത്ത് രക്ഷിച്ച് ദൈവസഭയിലൂടെ നീതീകരിച്ച് വിശുദ്ധീകരിച്ച് തേജസ്കരിച്ച് അവരോടുകൂടെ ഇരുത്തുന്ന പദ്ധതിയാണ് ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത്. നടക്കുന്നത് അകത്താണ്, നമ്മുടെ ആത്മാവിലാണ്, നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ഉൾമനുഷ്യനിലാണ്. ദൈവവചനം ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലൂടെ നമ്മുടെ അകത്തെ മനുഷ്യനെ പണിതുകൊണ്ടിരിക്കുകയാണ്. ആരെ പോലെ? നമ്മളെ യേശുവിനെ പോലെ, നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ രക്ഷിച്ച, നമ്മുടെ തൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച മനുഷ്യനെ പാപത്താൽ വികൃതമായി ഡിഭോമായി പോയപ്പോൾ അവനെ രക്ഷിച്ചെടുത്ത് യേശുവിനെ പോലെ മാറ്റി അവനോടുകൂടെ ഇരുത്തുന്ന പദ്ധതിയാണ് ദൈവസഭയുടെ ശുശ്രൂഷ. ഹല്ലേലൂയ. ആ പടുകുഴിയിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ച് നടത്തിയ രക്ഷണീയ ശുശ്രൂഷയാണ് റോമാലേഖനം 3-ാം അധ്യായം 21 മുതൽ
താഴോട്ടൊരു 4 വാക്യം ഒന്ന് വായിക്കാം. അവിടെ നമുക്ക് വായിക്കുമ്പോൾ മൊത്തം ഒരു 7 പരം വസ്തുതകൾ. ക്രൂശിൽ കർത്താവ് ചെയ്ത ശുശ്രൂഷ ഒരു പാക്കേജ് ശുശ്രൂഷയാണ്. 7 പരം വസ്തുതകൾ അവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് തൊട്ട് പറഞ്ഞ് പോയിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. ഒന്ന് വായിച്ചേ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും 23 വായിച്ചാലും മതി. നീതിമാൻ ആരുമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കൂ, ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്. മനുഷ്യന് വ്യത്യാസമില്ലാതെ എല്ലാവരും പാപം ചെയ്ത് ഏക മനുഷ്യനാൽ പാപം ഭൂമിയിലേക്ക് വന്ന്, ഇല്ലേ, എയ്ഡ്സ് പിടിച്ച പേരൻസിൻ്റെ കുഞ്ഞുങ്ങൾ ആ ഒരു എന്താ പറയുന്നത് വ്യാധിക്ക് അടിമപ്പെടുന്നത് പോലെ ഏക മനുഷ്യനായ മനുഷ്യൻ്റെ പാപത്താൽ പാപം അല്ലെങ്കിൽ മരണം എന്ത് ചെയ്യുന്നു? മനുഷ്യവർഗത്തിലേക്ക് എന്തായി? ആധിപത്യം ചെലുത്തി. ഇനി വേറൊന്നുകൂടെ പറയാം. അന്നേരം ഇടയ്ക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ദുഷ്ടചിന്ത ചിലപ്പോൾ പിശാച് കൊണ്ടിടും. നമുക്ക് കർത്താവിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നതിൽ കർത്താവ് പരാജയപ്പെട്ടു പോയ ഒരു കാര്യമായി പോയല്ലോ, കർത്താവ് ഹെൽപ്ലെസ് ആയോ, ദൈവത്തിന് നേരത്തെ അറിയത്തില്ലായിരുന്നു. ആ രീതി ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനല്ല എൻ്റെ സംഭവം. പ്രൈസല്ലോ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ കർത്താവിന് അറിയാമായിരുന്നു ഞാൻ സൃഷ്ടിക്കുന്ന മനുഷ്യൻ വീഴുമെന്നുള്ളത്. വീഴുമ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്ന് അവനെ രക്ഷിച്ച് കർത്താവിൻ്റെ മഹാസ്നേഹം മനുഷ്യകുലത്തോട് കാണിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ മുൻ പ്രോഗ്രാമാണ്. കാര്യം മനസ്സിലായല്ലോ? ഇത് അതിൻ്റെ ആത്മീയ വെളിപ്പാടിൽ വചനം മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പം. അല്ലേ പിന്നെ അയ്യോ കർത്താവ് ചെയ്ത പ്രോഗ്രാം ഫെയിലിയർ ആയല്ലോ. അവസാനം പിന്നെ കർത്താവിന് വരേണ്ടി വന്ന ഗതികേട് എന്താണ്? അവിടുന്ന് ഇവിടെ വന്ന് കാരണം കർത്താവിൻ്റെ പ്രോഗ്രാം എല്ലാം ഫെയിലർ ആയിപ്പോയല്ലോ. ഈ രീതി പിശാച് ചിലപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് കളയും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ്. വസ്തുത ഇങ്ങനെയാണ് കിടക്കുന്നത്. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട പ്രൈസലോ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുൻപേ ദൈവം തമ്പുരാന്റെ നിത്യതയിലുള്ള പ്രോഗ്രാമാണ് മനുഷ്യനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ അത് മനസ്സിലായല്ലോ. അതാണ് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ആഴം. പ്രൈസലോ ആദ്യം തന്നെ അന്തം കാണുന്ന തമ്പുരാൻ്റെ പ്രോഗ്രാമിൽ ഇതെല്ലാം കിടപ്പുണ്ട്. ഒട്ടെ ആ ഭാഗത്തേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല, ജസ്റ്റ് സന്ദർഭം വെച്ചാൽ ഓർപ്പിച്ചത് മാത്രം. അപ്പം അങ്ങനെ അവനെ നീതിമാൻ ആരുമില്ല, ഒരുത്തനും എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഓക്കെ. പിന്നെ അവനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതായ ആ രക്ഷണീയ ശുശ്രൂഷ 24-25 വായിച്ച്. അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ശുശ്രൂഷയിൽ 7 കൂട്ടം കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, ദൈവകൃപയുടെ സെന്ററാണ് ക്രൂശ്. യേശുവിന്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാന്റെ കൃപ പ്രദർശിപ്പിക്കുന്ന സെൻറ്ററാ. നമ്മളത് പറഞ്ഞു പോകും. പക്ഷേ അത് അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് കൃപ എന്താണെന്ന് മനസ്സിലാകുന്നത്. പിന്നെ അല്പം വ്യാഖ്യാനിക്കാം. ഓക്കെ. അവൻ്റെ കൃപയാൽ പിന്നെ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം. 2, ക്രൂശിലെ രക്ഷണീയ ശുശ്രൂഷ ഒരു വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷയാണ്. എവിടെ ആയിരുന്നു അവിടെ ഒന്ന് വീണുപോയി തിരിച്ചവനെ അവിടെ കൊണ്ടെത്തിക്കുന്ന ശുശ്രൂഷ, എടുക്കുന്ന ശുശ്രൂഷ. പിന്നെ സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. യേശുവിന്റെ ക്രൂശിലെ ശുശ്രൂഷ സൗജന്യ ശുശ്രൂഷ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ലോകത്തിലുള്ളത് എല്ലാം എന്താണ്? പ്രവർത്തിച്ച് നേടുക എന്നുള്ളതാണ്. ഏത് കാര്യവും വർക്ക് ചെയ്ത് നേടിയെടുക്കുക. എന്നാൽ യേശുവിൻ്റെ രക്ഷണീയ ശുശ്രൂഷ 100% സൗജന്യം. എന്നാൽ യേശുവിൻ്റെ അപ്പോസ്തോലിക വചന വെളിപ്പാട് നാം രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. പിതാവ് തൻ്റെ പുത്രനിലൂടെ ചെയ്തെടുത്ത രക്ഷണ്യ ശുശ്രൂഷ, ക്രൂശിലെ രക്ഷണ്യ ശുശ്രൂഷ നാം കൈനീട്ടി വിശ്വാസത്താൽ വാങ്ങിയാൽ മതി. ആമേൻ. എന്ത് ഭയങ്കര
കർത്താവിൻ്റെ പ്രോഗ്രാമാണ്. ഹല്ലേലൂയ. അപ്പോഴാണ് ഈ സുവിശേഷത്തിൻ്റെ മഹത്വം എന്ത് വലുതാണെന്നറിയുന്നത്. ഇന്ന് മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എന്തെല്ലാം പാടുകളാ, എന്തെല്ലാം വർക്കുകളാ. മനസ്സിലായല്ലോ? ആ സ്ഥാനത്ത് സൗജന്യമായി രക്ഷ കർത്താവ് ഒരുക്കി, തമ്പുരാൻ ഒരുക്കി എന്നുള്ളത് നമ്മൾ നമ്മുടെ സൃഷ്ടത്തോട്, നമ്മുടെ മറ്റുള്ളവരോട് ഒരു വാക്ക് പറയുന്നതിൻ്റെ ആവശ്യകതയുടെ വലിപ്പമാണ് ഇവിടെ കാണുന്നത്. ഈ സൗജന്യമായ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഒരു വ്യക്തിയോട്, നമ്മുടെ സഹജീവിയോട്, നമ്മുടെ പരിസരത്തുള്ള വ്യക്തിയോട്, നിസ്സകനായ, പരാജിതനായ, രക്ഷപ്പെടാൻ വയ്യാതെ കിടക്കുന്ന വ്യക്തിയോട് പറയാതിരുന്നാൽ അതിക്കവിഞ്ഞൊരു പാപം, തെറ്റ് വേറൊന്നുമില്ല. അത് വേറൊരു വിഷയമാണ്, ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ക്രൂശിലെ രക്ഷണ ശുശ്രൂഷ തികച്ചും സൗജന്യം. പിന്നെ അടുത്തത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. ക്രൂശിലെ രക്ഷ ഇതൊരു പ്രായശ്ചിത്ത ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രൈസലോ, പകരത്തിന് നാം ചെയ്യേണ്ടത് നമുക്ക് പകരം കർത്താവ് ചെയ്ത് നമ്മളെ രക്ഷിക്കുക. പ്രായശ്ചിത്തം. പിന്നെ അടുത്തത്, ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പിന്നെ ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരും. പിന്നെ നമ്മൾ കാണുന്നത് ക്രൂശിലെ രക്ഷണ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ നീതി നമുക്ക് കിട്ടുന്ന ശുശ്രൂഷയാണ്. ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ പൊതുവെ എളുപ്പം നമുക്ക് അങ്ങോട്ട് മനസ്സിലാകത്തില്ല. ബൈബിളിൽ പല പ്രാവശ്യം പറയുന്ന ഒരു പ്രയോഗമാണ് ദൈവത്തിൻ്റെ നീതി. നീതി റോമാലയത്തിൽ പല പ്രാവശ്യമുണ്ട് ഈ പ്രയോഗം. എന്ന് പറഞ്ഞ അർത്ഥം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഹോളിനെസ്. ആമേ. കർത്താവിന് എന്തുമാത്രം വിശുദ്ധി സ്വർഗത്തിലുണ്ട്, അത് നമുക്ക് ഫ്രീ ആയിട്ട് തരുക. ദൈവത്തിൻ്റെ നീതി നമ്മളെ ഒരു വസ്ത്രം പോലെ ഉടുപ്പിച്ച് തന്നോടുകൂടെ ഇരുത്തുക. അത് നമ്മുടെ വർക്ക് കൊണ്ടല്ല, കർത്താവ് ചെയ്ത വർക്ക് നമ്മൾ വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ദൈവത്തിന്റെ നീതി. പിന്നെ തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന്. പിന്നെ നീതീകരിക്കുക. നീതീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജസ്റ്റിഫൈഡ്. നിജൽ കുറ്റവാളിയായ വ്യക്തി കുറ്റവാളി അല്ലെന്ന് ആധികാരികമായി മജിസ്ട്രേറ്റ് ഡിക്ലെയർ ചെയ്യുക. നമ്മൾ പാപി തന്നെ, കുറ്റവാളി തന്നെ, എന്നാൽ ദൈവം തമ്പുരാൻ മഹാമജിസ്ട്രേറ്റ് നമ്മുടെ തെറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പരിഹരിക്കാനുള്ള രക്ഷണ്യ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞപ്പോൾ, അത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു? എൻ്റെ മേലുള്ള കുറ്റമില്ല എന്ന് ഡിക്ലെയർ ചെയ്യുക, നീതീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ നീതി നമ്മുടെ വർക്ക് കൊണ്ടല്ല, അവൻ നമ്മുടെ നീതിയായി മാറുക. 1 കൊരിന്ത്യർ 1:30 അതിങ്ങനെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു വേണമെങ്കിൽ. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. യേശു നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തുവാ? നീതി. അല്ലേ? നീതി. നമ്മുടെ നീതി ആരുടെ നീതിയാ? അവൻ നമുക്ക് നീതി ആയി മാറി. വായിച്ചേ. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ശുദ്ധീകരണം. പ്രൈസ് ദി ലോർഡ്. അവൻ വിശുദ്ധീകരിച്ചെടുക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശുദ്ധി മുഴുവൻ അവൻ ദാനമായി നമുക്ക് തരിക, നമ്മളത് പ്രാപിച്ചെടുക്കുക. ഹല്ലേലൂയ. കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ശരി, മടങ്ങി വരാം. ഇപ്പം നമ്മൾ ഇവിടെ കണ്ടത് എന്താ? നീതീകരിച്ചു ഇല്ലേ എന്നൂടെ കണ്ടു. പിന്നെ ഇനി ഒരു പ്രയോഗം കൂടെ ഉണ്ട്. അത് റോമർ 8:15 വാക്യത്തിൽ കടപ്പെടും. അത് മലയാളത്തിൽ ക്ലിയർ അല്ല, ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. എന്ത് ചെയ്യുന്നു? അഡോപ്ഷൻ എന്നുള്ള പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. മലയാളത്തിൽ ആ പ്രയോഗമില്ല. ഗലാത്യ 4:5 ആ പ്രയോഗമുണ്ട്. അവിടെയും മലയാളത്തിലില്ല, എന്നാൽ ഇംഗ്ലീഷിലുണ്ട് ഈ പ്രയോഗം. എന്താ? അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ദത്തെടുത്തു.
എന്നുള്ള പ്രയോഗം. പ്രൈസലോ. ഒരു വാക്യം വേണേ വായിച്ചു. 8:15 വായിച്ച്. റോമർ 8:15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. ഇംഗ്ലീഷ് വായിച്ച്. സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ ബൈ ഹും വി ക്രൈ ഔട്ട് അബ്ബാ ഫാദർ. പ്രൈസലോ. ആ അഡോപ്ഷൻ എന്നുള്ളത് മലയാളത്തിൽ വന്നിട്ടില്ല. സ്തോത്രം. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്താ പറഞ്ഞത്? അഡോപ്റ്റ് ചെയ്യുക. സ്തോത്രം. ഇപ്പം മനസ്സിലായല്ലോ ഇത്രയും കാര്യം. ഇതെല്ലാം ഒന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒത്തിരി പോവും. പക്ഷെ അതിനകത്തുള്ള 1-2 കാര്യം ഒന്ന് പറയാം. കൃപ. ഈ കൃപയെ പറ്റി നമ്മൾ ആത്മീയ എന്താ പറയുന്നത് മണ്ഡലത്തിൽ ഒത്തിരി പ്രാവശ്യം പറയുകയും പ്രീച്ച് ചെയ്യുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമായി കൃപ. എന്താ സത്യത്തിൽ ആ കൃപയുടെ ആഴം നമ്മൾ വേണ്ടവണ്ണം മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ്. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സ്തോത്രം. അത് മനസ്സിലാക്കാണ്ട് ഒരു ഉദാഹരണം പറയാം. ശരി, നമ്മുടെ വീട്ടിൽ യാചകർ പലരും വരും. വന്നിട്ട് ചിലപ്പം വല്ലതും തരണമെന്ന് ചോദിക്കും. നമ്മൾ ചിലപ്പോൾ 5 രൂപ 10 രൂപ ഒരു പക്ഷേ കൊടുക്കും, ഒരു പക്ഷേ കൊടുക്കത്തില്ല, ഇല്ലെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു വിടും. അങ്ങനെ ഉള്ളൂ. എന്നാൽ സപ്പോസ് ഒരു യാചകൻ വന്നു, വൃത്തിയില്ലാത്ത ഡ്രസ്സോടുകൂടി, മുടിയെല്ലാം വളർന്ന് വികൃതമായ ഡ്രസ്സോടുകൂടി ഒരു യാചകൻ വന്നു. ആരും ചെയ്യത്തില്ല, എങ്കിലും ചെയ്യുന്നെങ്കിൽ അത് പറയാൻ പോവാ. സപ്പോസ് നമ്മൾ ആ വ്യക്തിയെ പെരക്കകത്തേക്ക് വിളിച്ചു വരുത്തി, അവൻ്റെ കയ്യിൽ ഒരു സോപ്പ് എടുത്ത് കൊടുത്തു, ഒരു ടവല് കൊടുത്തു, ഒരു നല്ല ഡ്രസ്സ് കൊടുത്തു. നീ വേഗത്തിൽ ബാത്റൂമിൽ പോയി ഷേവ് ചെയ്ത് കുളിച്ച് ഈ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട ശേഷം എൻ്റെ അടുത്ത് വന്ന് എന്നോട് കൂടി എൻ്റെ മേശയിൽ ഇരുന്ന് കഴിക്കുക. തീർന്നില്ല. നീ ഇനി മേലിൽ പുറത്തു പോയി ഇതുപോലെ ഈ ബെഗിങ് പണിക്ക് പോയേക്കല്ല. നിനക്ക് മരണം വരെ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാം. 3. തീർന്നില്ല. ഈ എൻ്റെ വീടും ഈ എൻ്റെ പ്രോപ്പർട്ടിയും ഈ എനിക്കുള്ള എല്ലാം ഞാൻ നിൻ്റെ പേരിലേക്ക് എഴുതി രജിസ്റ്റർ ചെയ്ത, ഇതാ രജിസ്റ്റേർഡ് പത്രമാണ്, മേടിച്ചു. ഇത് നമ്മളാരും ചെയ്യത്തില്ല, മനുഷ്യൻ ചെയ്യത്തില്ല. എന്നാൽ ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്. ഒരു നിലയിലും അവൻ അർഹിക്കാത്ത, നേടാൻ പറ്റാത്ത, അനുഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് ആ വീട്ടുടമസ്ഥൻ അവനോട് കൊടുക്കുന്നു സൗജന്യമായി, തികച്ചും സൗജന്യമായി. ഒരു യോഗ്യതയുമില്ല, ഒന്നുകൊണ്ട് ഒന്നുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാവനും കൊടുക്കുക സൗജന്യം. യേശു നമുക്ക് വേണ്ടി ചെയ്തത് ഈ വസ്തുതയാണ്. ഈ ഒരു നിലവാരത്തിൽ വേണം നാം നമ്മുടെ കർത്താവിൻ്റെ കൃപ ആത്മാവിൽ സെൻസ് ചെയ്യാൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വെളിപ്പാടില്ലാതെ നമ്മൾ ചുമ്മാ കൃപ എന്നൊക്കെ പാടിയാലും പറഞ്ഞാലും അത് വെറും കഴമ്പില്ലാത്ത കാര്യം. അതിനെ നമ്മൾ കർത്താവിനെ അപമാനിക്കൂടാ. ആ കൃപയുടെ വലുപ്പം നമ്മൾ അപമാനിക്കുക. നമ്മൾ എവിടായിരുന്നു, ഇപ്പോൾ എവിടാണ്? നമ്മളൊക്കെ ഒന്ന് ശാന്തമായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മൾ പണ്ട് എവിടായിരുന്നു? എത്ര നാറ്റമായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ നാറ്റം മാറ്റിയില്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ എത്ര വലുതായിരുന്നു. അതെല്ലാം കർത്താവ് മാറ്റിയില്ലേ? സൗജന്യമായി മാറ്റിയില്ലേ? നമ്മൾ കർത്താവ് എന്ന് വിളിച്ചതല്ല ഉള്ളൂ, എല്ലാ അടിമുടി കർത്താവ് മാറ്റിയില്ലേ? അതാണ് അവൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിലെ തമ്പുരാൻ നമ്മുടെ പിതാവായി മാറി. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായി മാറി. അവൻ്റെ വാഗ്ദത്ത വചനങ്ങൾ നമ്മുടെ സ്വന്തമായി മാറി. കർത്താവിൻ്റെ 1000 കോടി ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കളായി മാറി. തൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോടുകൂടെ നിരന്തരം വസിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ സഭ നമ്മുടെ സഹോദരി സഹോദരന്മാരായി മാറി. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ അവൻ നമ്മളെ ക്രിസ്തുയേശുവിൽ നിറച്ചു. സ്വർഗം നമ്മുടെ ഭവനമായി മാറി. നമ്മളത്രയും സമ്പത്തുള്ളവർ ഇന്ന് ഭൂമിയിൽ ആരുമില്ല. ഈ ദർശനമാണ് കൃപ, ഈ വെളിപ്പാടാണ് കൃപ. ഈ വെളിപ്പാട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇല്ലേ, അങ്ങനാണ് ഇങ്ങനാണ് എന്തോ പറയാനാ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് പിറുപിറുത്തോണ്ടിരിക്കത്തില്ല. ഈ വെളിപ്പാടുണ്ടെങ്കിൽ പിന്നെ. ഈ വെളിപ്പാടില്ലാത്തവരാണ് എന്ത് ചെയ്യുന്നത്? അതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കടന്നുകൊണ്ട് മർമറി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്.
ഇവിടുത്തെ ഈ താൽക്കാലിക ജീവിതത്തിൽ ഒരു ചില കാര്യങ്ങൾ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകും. ഇനി ഏറ്റക്കുറച്ചിൽ എന്താന്നുള്ളത് അടുത്ത ദിവസം അടുത്ത സെഷനിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഏറ്റക്കുറച്ചിൽ തരുന്നു, അതിനകത്തും ചില ഉദ്ദേശങ്ങളുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഈ കൃപ ഇവിടെ ആഴം നമുക്ക് മനസ്സിലാക്കിയാൽ ഒരിക്കൽ പോലും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ! എന്നും നമ്മുടെ കർത്താവിനെ ആത്മാവിൽ ആരാധിച്ചും നന്ദി കരേറ്റും അവന്റെ കൃപകളെ പാടി പാടി ജീവിതായുസ് മുഴുവൻ പാടിയാൽ ആ പാട്ട് തീരത്തില്ല. ജീവിതായുസ് മുഴുവൻ അവന്റെ കൃപയെ ഓർത്താൽ നമുക്ക് തീരത്തില്ല. സ്തോത്രം പറഞ്ഞാൽ തീരത്തില്ല. അതങ്ങനെ കിടക്കുകയാണ്. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും പറയണ്ട സ്തോത്രം പറയാനൊന്നും. ഇത് മനസ്സിലാക്കാത്തതാണ് നമുക്കുള്ളൊരു കുഴപ്പം. അതുകൊണ്ട് ഇനി മേലിൽ ഈ വെളിപ്പാടോടെ വേണം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ. ഹല്ലേലൂയ! അപ്പൊ കർത്താവിന്റെ ക്രൂശിലെ രക്ഷയിൽ ഇത്രയും കാര്യങ്ങൾ ഒരുപോലെ അടങ്ങിയ ഒരു പാക്കേജാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവേ, ഞാൻ പാപി, എന്നെ രക്ഷിക്കാൻ അങ്ങ് സ്വർഗം വിട്ട് താഴലോകത്തിലേക്ക് വന്നു. കാൽവറിയിൽ എന്റെ പാപത്തിന് വേണ്ടി നീ പ്രായശ്ചിത്തമായി മരിച്ചു. എന്നെ രക്ഷിപ്പാൻ നീ ജീവൻ തന്നു. ഇന്നു മുതൽ ഞാൻ നിന്റേതാണ്, ഞാൻ അങ്ങയുടേത്, അങ്ങ് എന്റേതാണ് എന്ന് എപ്പോൾ നമ്മൾ ഏറ്റു പറയുമോ ആ നിമിഷം നമ്മൾ അവന്റെ ഭവനത്തിലെ അഡോപ്റ്റഡ് ചൈൽഡാണ്. ഇനിയും ഈ ക്രൂസിലെ ഈ രക്ഷ നമുക്ക് എങ്ങനെ കിട്ടും? അവിടെ ഇങ്ങനെ വായിച്ചു. എന്താ വായിക്കുന്നത്? സൗജന്യമായി. ഒരു പ്രയോഗം അതല്ലേ? എന്താ സൗജന്യമായി എന്നൊരു വാക്യം കണ്ടല്ലോ, പ്രയോഗം കണ്ടല്ലോ ഇല്ലേ? 24-25 കണ്ടല്ലോ. എന്താ വായിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയും കൊണ്ടല്ല, കർത്താവ് ഫ്രീ ആയിട്ട് നമ്മളെ തന്നോടുകൂടെ ഇരുത്താൻ, അനുഭവിക്കാൻ നമ്മളെ യോഗ്യതപ്പെടുത്തിയെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം ഒന്ന് വായിച്ച്. യെശയ്യാ പ്രവചനം 61:10 വാക്യം. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. അവിടെ എന്താ പറഞ്ഞത്? മണവാട്ടി എന്ത് ചെയ്യുന്നു? മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെ. ഒരു വിവാഹ വേദിയ കോണ്ടസ്റ്റ്. മണവാളൻ തലപ്പാവ് അതിന്റെ സ്റ്റാറ്റസിൽ ഒരു മണവാളന്റെ രീതി തലപ്പാവ് അണിയുന്ന പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെ. ഒരു മണവാട്ടിയുടെ രീതിയിൽ അതേ എന്ത് ചെയ്യുന്നു? സൗന്ദര്യവതിയായി ഡെക്കറേറ്റഡ് ആയി മാറുന്നത് പോലെ ദൈവസഭ അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച്, അവൻ നമ്മളെ നാറിക്കടന്ന്, നമ്മളെ കുപ്പിക്കിടന്ന്, നമ്മളെ ക്രൂശിലെ രക്ഷണീയ ശുശ്രൂഷയിലൂടെ നമ്മളെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി. നീതി എന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വിശുദ്ധി സൗജന്യമായി നമ്മളെ ഒരു വസ്ത്രം പോലെ ഉടുപ്പിച്ച് തന്നോടുകൂടെ ഇരുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് കർത്താവ് ക്രൂശിന്മേൽ ചെയ്ത വലിയ സംഭവം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഈ വസ്തുത ഒന്ന് മനസ്സിലാക്കാനായിട്ട് പല സംഭവങ്ങളല്ല, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ബൈബിളിലെ ഒരു 3-4 ഭാഗം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതിനകത്ത് ഒരു ഭാഗമാണ് ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥനയിൽ പറഞ്ഞത്. സങ്കീർത്തനം 40 1, 2, 3 വാക്യം വായിച്ചാൽ ആ പ്രകാശം കിടപ്പുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞ രക്ഷയുടെ ആകത്തുക പഴയ നിയമത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ഒരു നല്ല ദൃഷ്ടാന്തത്തിൽ കൂടെ 4 വാക്യം കൊണ്ട് സ്ഥാപിക്കുക. അതൊന്ന് കേട്ടു. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ, നമ്മള് പാപിയായ മനുഷ്യൻ, കർത്താവില്ലാത്ത ഒരുവന്റെ നില എവിടായിരുന്നു എന്നാ പറഞ്ഞത്? എവിടായിരുന്നു? നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ആയിരുന്നു. പിന്നെ എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു.
ഇത് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ അതും ഒന്ന് വസ്തുനിഷ്ഠമായിട്ടൊന്ന് മനസ്സിലാക്കണം. സപ്പോസ് ഒരു 30 അടി ആഴമുള്ള ഒരു വലിയ കിണർ, അതിന് പുറത്ത് വരാൻ എന്തില്ല, സ്റ്റെപ്സും അല്ലെ അരിഞ്ഞാണോ ഇല്ലെന്നുള്ളത് ഭാവനയിലൊന്ന് കാണണം. അതിനകത്തൊരു 5 അടി ചേറ്, കച്ചട പിടിച്ച പട്ടണത്തിലെ എല്ലാ മലിനജലവും കിടക്കുന്ന ഒരു 5 അടി 6 അടി ചേറ്, ഇതിനകത്ത് നമ്മളൊരാൾ പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത, നമ്മൾ ഭയങ്കര ഭയങ്കര ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ നമ്മൾ വലിയ പഠിത്തക്കാരനാണ്, എല്ലാ സർവകല വല്ലഭനാണ്. ഈ വല്ലഭനാണ് ഇപ്പം ഈ ചേറിപ്പെട്ടി ഇതിനകത്ത് കിടക്കുകയാണ്. ഇനി നമുക്കൊന്ന് ചിന്തിക്കാം, ഭാവനെ കാണും. ഇതാണ് സംഭവം, അവിടെ ഇതാണ് സംഭവം. ഇത് ആലങ്കാരികമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുക. എന്താ പറഞ്ഞത്? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എൻ്റെ നിലവിളി കേട്ടു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്നെ അവൻ എവിടുന്ന് പൊക്കി? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും പൊക്കിയെടുത്തു. ദൈവസന്നിധി വരുമ്പോൾ പാടാനും സ്വോത്രം പറയാനും ഹല്ലേലൂയ പറയുന്നതിൻ്റെ കാരണമായി പറയുന്നത്, നമ്മൾ മുമ്പ് ആയിരുന്ന ജീവിതം ഒരു ചേറ് പിടിച്ചതായിരുന്നു, ഒരു പടുകുഴിയായിരുന്നു. നമ്മുടെ ഒരു മിടുക്കുകൊണ്ടും ഈ ചേറിൽ നമ്മൾ ഒരിക്കലും കരകയറത്തില്ല. ഒന്ന് ഭാവന കണ്ടു നോക്ക്. നമ്മൾ ഒരു കാല് പൊക്കുന്നു, മറ്റേ കാല് ആ സമയത്ത് താഴെ പോകുന്നു. ശരി, താണുപോയ കാല് പൊക്കാൻ വേണ്ടി ഇനിയും നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ കാല് താഴേക്ക് പോവുകയാണ്. എത്ര ദിവസം വേണം ഈ വ്യക്തിക്കൊന്ന് പുറത്തു വരാൻ? ഒരു ദിവസം, ഒരു മാസം, ഒരു വർഷം, 10 വർഷം? ജീവിതായുസ് മുഴുവൻ കിടന്ന് ശ്രമിച്ചാൽ ഇവൻ കരപറ്റത്തില്ല. പിന്നെ ഇവനുള്ള ഏക സൊല്യൂഷൻ എന്താ ഉള്ളതെന്നറിയാമോ? അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിക്കണം. അബദ്ധത്തിൽ അതിൻ്റെ പരിസരത്തൂടെ ആരെങ്കിലും പോകുന്നെങ്കിൽ ആ വ്യക്തി കേൾക്കണം. അന്നേരം അത്യുച്ചത്തിൽ കാറി നിലവിളിക്കണം. അപ്പോൾ ആരെങ്കിലും പരിസരത്തുനിന്ന് ശബ്ദം കേട്ടാൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ദയനീയത കണ്ടിട്ട് എന്തു ചെയ്യും? ആ വ്യക്തി ഇറങ്ങി വരത്തില്ല. ഇറങ്ങി വന്നാൽ ബുദ്ധിമുട്ടിലായി. ആ വ്യക്തിയും എന്തു ചെയ്യും? യെരമ്യാവിനെ പൊക്കിയെടുത്ത പോലെ ഒരു കയറിട്ട് തരും. നമ്മോട് പറയും കെട്ടി, ശരീരത്തിൽ ശരിയായിട്ട് കെട്ടാൻ പറയും. നമ്മൾ പിന്നെ അതേ തൂങ്ങിക്കിടക്കണം. പൊക്കിയെടുത്തല്ലാതെ ഈ വ്യക്തി പുറത്തു വരത്തില്ല. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. നമ്മൾ നാറിക്കിടന്ന ചേറിലായിരുന്നു. നമ്മുടെ ഒരു ശ്രമം കൊണ്ടും ഒരു കാലത്തും ഈവൻ പുറത്തു വരത്തില്ല, നമ്മൾ വരത്തില്ല. ഈ സ്റ്റേജിലിരുന്നപ്പോൾ നമ്മുടെ നിസ്സഹായതയിൽ നമ്മൾ ഉള്ളത്തിൽ എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ, ഇതായിപ്പോയല്ലോ, എന്ത് ചെയ്യും എന്ന് നമ്മൾ നിലവിളിച്ച് നിസ്സഹരായപ്പോൾ കർത്താവ് ദയതോന്നി ഏതെങ്കിലും രീതിയിൽ അവനൊരു സ്നേഹം കരുണയും ഉള്ളവനാൻ നമ്മുടെ ചാരേ വന്നു. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ആയിരിക്കും സുവിശേഷം കേട്ടത്, അല്ലെങ്കിൽ നമ്മൾ റേഡിയോയിൽ കൂടെ ആയിരിക്കും കേട്ടത്, അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രതി കൂടെ ആയിരിക്കും കേട്ടത്. എങ്ങനെങ്കിലും അവന്റെ സ്നേഹം നമ്മുടെ അടുക്കിലേക്ക് വന്നു. നമ്മളെ കർത്താവിനെ കയറി പിടിച്ചു. യേശുവേ, നമ്മൾ നിലവിളിയോടെ പിടിച്ചപ്പോൾ അവൻ നമ്മളെ ആ കുഴിയിൽ നിന്നൊരു അത്ഭുതകരമായി പൊക്കിയെടുത്തു. നമ്മൾ പൊങ്ങിയതല്ല, അവൻ നമ്മളെ പൊക്കിയെടുത്തെന്ന്. നമ്മളാരും സ്വയമേ പുറത്തു വന്നല്ല, വരത്തില്ല. അവൻ നമ്മളെ പൊക്കിയെടുക്കാതിരുന്നാൽ ഒരുത്തം പുറത്തു വരത്തില്ല. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പാടുന്നെങ്കിൽ, സ്തോത്രം ചെയ്യുന്നെങ്കിൽ, ഹല്ലേലൂയ പറയുന്നെങ്കിൽ കാരണമുണ്ട്. നമ്മൾ പുറത്തു വന്നല്ല, അവൻ നമ്മളെ പുറത്തു കൊണ്ടുവന്നതാണ്. ഇതോർക്കുമ്പോൾ ഒരു ഭക്തനും അടങ്ങിയിരിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളെ പൊക്കിയെടുത്തു. എവിടെ വെച്ചു? അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്, എൻ്റെ കാലുകൾ പാറമേൽ നിർത്തി. ഈ പാറ ഏതാന്ന് ബൈബിളിലുണ്ട്. 1 കൊരിന്ത്യർ 10:4 പറയുമ്പോൾ, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പറയുന്നു.
ഹല്ലേലൂയ. നമ്മളെ ആ ചേറിൽ നിന്ന് പൊക്കിയെടുത്ത് ദൃഢമായ പാറയാകുന്ന കർത്താവിൽ നമ്മളെ വച്ചിരിക്കുകയാണ്. ഈ പാറയാകുന്ന ക്രിസ്തു കുലുങ്ങത്തില്ല, ഇത് ചലിക്കത്തില്ല, ഇത് ഷെയ്ക്കാകത്തില്ല, ഇത് ഒലയത്തില്ല, അവൻ നമ്മളെ കൈവിടത്തില്ല. കർത്താവ് പറയും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഓ ഹല്ലേലൂയ, ഒരു നാളും കൈവിടുകയില്ല. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. നീ എന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. എന്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചു, യഹോവയോ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര സുദൃഢമാണ് കർത്താവ് നമുക്ക് തന്ന ആ വാഗ്ദത്തത്തിന്റെ പാറ, നമ്മളെ രക്ഷിച്ച കർത്താവെന്ന പാറ. അവന്റെ വാഗ്ദത്തങ്ങൾ എത്ര ദൃഢമാണ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഞാൻ ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും. കർത്താവ് പണികാരൻ, കർത്താവ് തന്നെ നമ്മുടെ ഫൗണ്ടേഷനാണ്. ആ പാറമേലാണ് ദൈവസഭയെ കർത്താവ് പണിതുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ശരി, പിന്നെ നമ്മുടെ അവിടെ എന്താ വായിക്കുന്നത്? എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. പാട്ടെന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ എക്സ്പ്രഷൻ, അവതരണമാണ്, പ്രകടനമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഈ പാറമേലാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ചുമ്മാതിരിക്കുമോ? ഇവൻ എവിടായിരുന്നു ഓർത്താ മതി. ഇവൻ ജമ്പ് ചെയ്ത് പാടും, ഇവൻ തുള്ളിച്ചാടി പാടും, തുള്ളാത്തവൻ തുള്ളും. ഞാൻ എവിടായിരുന്നു, അയ്യത്രമാത്രം എന്റെ കർത്താവിനെ സ്നേഹിച്ചു, ഇത് ഓർത്താ മതി, തുള്ളും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്നുകൊണ്ട് ഒരു സ്നേഹത്തോടെ ഒരു വെളിപ്പാട് പറയട്ടെ. എൻ്റെ വാത്സല്യ സഹോദര സഹോദരി, കർത്താവിൻ്റെ അടുക്കൽ വന്ന ശേഷവും ഇന്ന് വരെ ജീവിതത്തിൽ എവിടെങ്കിലും ഒരു ജയജീവിതമില്ലാതെ, വിശുദ്ധിയിൽ ജയമില്ല, മാനസിക ടെൻഷനിൽ ജയമില്ല, എൻ്റെ പ്രശ്നത്തിൽ എനിക്കൊരു ജയമില്ല, ഞാൻ ഇപ്പോഴും തോറ്റ് പരാജയപ്പെട്ട് കിടക്കുന്നെന്ന് ആരെങ്കിലും എവിടെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളോടാണ് പരിശുദ്ധാത്മാവുമായിട്ട് സംസാരിക്കുന്നത്. നീ ആയിരിക്കുന്ന ചേറിലേക്ക് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ നല്ല കർത്താവ് നിങ്ങളുടെ ചാര ഇന്നുമായിട്ട് നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്നെ വിളിക്കുന്നുണ്ട്. അവനോട് പറ, അപ്പോ ഞാൻ നിസ്സഹായനാണ്, എനിക്ക് സ്വയമേ കയറി വരാൻ പറ്റുന്നില്ല, എന്നെ രക്ഷിക്കണമേ, എനിക്ക് വേണ്ടി അങ്ങ് ജീവൻ തന്നു എന്ന ഉള്ളം കൊണ്ട് കർത്താവിനോട് 2 പ്രാവശ്യം പറ, 10 പ്രാവശ്യം പറ. അപ്പോഴേ ഒരു ഡെലിവറൻസ് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് ഈ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് നമ്മൾ വിശ്വാസത്താൽ പറയണം. അപ്പോൾ നിന്നെ താഴോട്ട് പിടിച്ചു വച്ചിരിക്കുന്ന ഈവിൾ ഫോഴ്സ് എല്ലാം പറഞ്ഞു പോകും. നമ്മളെ പുറകോട്ട് താഴ്ത്തി വച്ചിരിക്കുന്ന നിരാശ, ഡിപ്രഷൻ, ഡിസപ്പോയിൻമെന്റ്, ഗതി പിടിക്കത്തില്ല. എൻ്റെ കുടുംബത്തിലെ ഇതാണ്, എത്ര നാളായി ഇതാണ്, എൻ്റെ അപ്പനും ഇത് തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ വല്യപ്പനും ഉണ്ടായിരുന്നു, മരണമേ മരണം, ഒരു ഗതിയില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ്സം ചിന്തിപ്പിക്കുന്ന ദുഷ്ട പിശാചിന്റെ കയറുകളെല്ലാം അവൻ പൊട്ടിക്കും. എങ്ങനെ? എൻ്റെ യേശു എന്റെ ചേറിൽ നിന്ന് ഉയർത്തിയെടുക്കാൻ വന്നിട്ടുണ്ട്. അവൻ എനിക്ക് വേണ്ടി ഉണ്ട്, അവൻ എന്നെ കൈവിടത്തില്ല എന്ന് 4 പ്രാവശ്യം വിശ്വാസ പറഞ്ഞാൽ മതി. പുറകോട്ട് പിടിക്കുന്ന ശക്തി ഇന്ന് രാത്രി സ്വതന്ത്രമാകും. ആ ശക്തി നീ സ്വതന്ത്രനാകും. നീ മനസ്സിൽ സ്വതന്ത്രനാകും, നീ ശരീരത്തിൽ സ്വതന്ത്രനാകും, നീ ആത്മാവിൽ സ്വതന്ത്രനാകും. നീ തുള്ളിച്ചാടും, നീ ആനന്ദിക്കും, ആഹ്ലാദിക്കും. ഹല്ലേലൂയ, ആമേൻ. ഇതാണ് തിരുവെഴുത്തിന്റെ ശക്തി. ആ ശക്തി വചനം ഇങ്ങനെ പറയുന്നു. എന്താ പറയുന്നത്? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തി. ആ ചേർന്ന് പൊക്കിയെടുക്കുന്ന ശക്തി നമ്മുടേതല്ല, അവൻ്റെതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പൊക്കിയെടുത്ത ശുശ്രൂഷ നമ്മൾ ആത്മാവിൽ മനസ്സിലാക്കി ആ
ട്രൂത്ത് നിന്നാ മതി. ഒരിക്കലും നിന്നെ താഴോട്ട് പിടിച്ച് നിർത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇപ്പൊ മനസ്സിലായല്ലോ? ഈ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞിട്ട് പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ, ഞാൻ ഇങ്ങനെ വല്ലാത്ത ഘട്ടത്തിൽ അറിയത്തില്ല എങ്ങനെ രക്ഷപ്പെടും എന്ന് പറയരുത്. ഇതാ മെഡിസിൻ തന്നോണ്ടിരിക്കുകയാണ്. മെഡിസിൻ തന്നോണ്ടിട്ടും പാസ്റ്ററെ അറിയത്തില്ല ഞാൻ എങ്ങനെ കുഴഞ്ഞു കിടക്കുകയാണെന്ന് പറയരുത് ബ്രദറെ. കാര്യം മനസ്സിലായോ? രാവിലെ സെഷൻ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ വന്ന സഹോദര, ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുക. സ്വത്രം 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 സ്വത്രം. എനിക്കൊരു മേൽഗതിയില്ല, എൻ്റെ കുടുംബത്തിനൊരു മേൽഗതിയില്ല, എൻ്റെ തലമുറയ്ക്കൊരു മേൽഗതിയില്ല. ഞാൻ തോറ്റു കിടക്കുന്നു, മനസ്സിൽ ഒരു ബലവും സന്തോഷവും ഒരു ഉന്മേഷമില്ല എന്ന് ചിന്തിക്കുന്ന സഹോദര സഹോദരി, നിന്നോട് ദൈവാത്മാവ് ഇന്നുമായിട്ട് സംസാരിക്കുകയാണ്. നീ അവിടുന്ന് ലീഗലി ഔട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലീഗൽ സ്റ്റാറ്റസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതാ ലീഗൽ സ്റ്റാറ്റസ്? ലീഗൽ സ്റ്റാറ്റസ് അറിയാൻ വയ്യാത്തവരെ അവനിട്ട് കുറെ കുഴയ്ക്കും. അതോടെ മനസ്സിലാക്കിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിന്നെ വായിൽ പാട്ട് തന്നു. ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താടാ ഇന്നലെ വരെ കരഞ്ഞോണ്ടിരുന്നവൻ ഇപ്പം വലിയ സന്തോഷമാണല്ലോടാ, ഭയങ്കര തുള്ളലാന്ന്, ഭയങ്കര എന്താടാ കാര്യം? ഉടനെ നമ്മൾ പറയും, നമ്മൾ എവിടെ കിടന്നു, എത്ര നാറിക്കിടന്നു, ആരുമില്ലായിരുന്നു, എത്ര നാൾ കടന്ന് ശ്രമിച്ചു, വെളിയിൽ വന്നില്ല. എന്നാൽ എൻ്റെ നിലവിളി കേട്ട് എൻ്റെ കർത്താവ് വന്നു. അവൻ എന്നെ പൊക്കി, അവൻ എന്നെ പാറമേൽ നിർത്തി. എൻ്റെ ഉള്ളത്തിൽ സന്തോഷം, എൻ്റെ ജീവിതത്തിൽ സമാധാനം, എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. എൻ്റെ മനസ്സ് മാറി, ചിന്ത മാറി, ഭാവം മാറി, എല്ലാം മാറി 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 മാറി. എന്തെല്ലാം മാറിയ ലീഗലി എന്നുള്ളതാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അതിനുവേണ്ടി പറഞ്ഞ ദൈവമക്കൾ വചനം വായിക്കണം എന്ന് പറയുന്നത്. ഇത് വായിക്കുമ്പോൾ ഓരോ ദിവസവും ആമേൻ ഇത് മനസ്സിലാകാൻ വേറൊരു ഭാഷയോടെ പറയാം, അപ്പോഴേ കുറച്ചുകൂടെ മനസ്സിലാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സപ്പോസ് നമ്മുടെ പിതാവ് ഒരു വലിയ ധനാഢ്യൻ, വലിയ ഭൂസ്വത്ത്, ആ വലിയ ഭൂസ്വത്തുള്ള വ്യക്തി, അതിനോട് ബന്ധപ്പെട്ടുള്ള മറ്റ് എല്ലാ ചുറ്റുപാടുകളും സൗകര്യ സാഹചര്യങ്ങളും ഒത്തിരി എല്ലാം ഉണ്ട് എന്ന് ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു കൊച്ചു ജനിച്ചു ഈ വ്യക്തിക്ക്. കൊച്ച ആ കൊച്ചിനെ ഇപ്പോൾ 1 വയസ്സേ ഉള്ളൂ, 1.5 വയസ്സായി. ഈ കുഞ്ഞിനെ നോക്കാൻ ഈ ഉടമസ്ഥന് സമയമില്ല. ആരെ ഏൽപ്പിക്കും? ഒരു ടേക്ക് കെയറെ ഏൽപ്പിക്കും. ആ വ്യക്തി കെയർ ചെയ്ത് ഈ കൊച്ചിനെ ഇങ്ങനെ കഴിപ്പിച്ച് കുടിപ്പിച്ച് വളർത്തിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. അന്നേരം ഈ ടേക്കർ ഇടയ്ക്കിടയ്ക്ക് പറയും, അവിടെ ഇരിക്കരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞു കൊച്ചെന്ത് ചെയ്യും? യെസ് ആൻറ്റി എന്തോ പറഞ്ഞാലും ഞാൻ കേട്ടോളാന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ദാസനെ പോലെ കൊച്ചിങ്ങനെ വളർന്നു വരികയാണ്. ഹല്ലേലൂയ. ഇവനിങ്ങനെ വളർന്നു അല്പം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ഈ പറഞ്ഞ ഈ കെയർ ടേക്കർ പറയുന്നത് കേട്ടും പേടിച്ച് ഇങ്ങനെ പഞ്ചപുച്ഛം അടങ്ങിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അപ്പൻ ആരാ? എൻ്റെ അപ്പൻ്റെ ആണല്ലോ ഇതെല്ലാം, ഇത് മുഴുവൻ അപ്പൻ്റെ ആണല്ലോ, ഞാൻ അപ്പൻ്റെ മോനാണ്, ഇത് മുഴുവൻ എൻ്റേതാണല്ലോ. ഇനി കെയർ ടേക്കറെ എനിക്ക് കൺട്രോൾ ചെയ്യാം, അങ്ങോട്ട് മാറിപ്പോടി നീ. ഹലോ, ഇതങ്ങനെ തന്നെ ഗലാത്യ 4 എഴുതിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയും, ഇത് ഇങ്ങനെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ശിശുവായിരുന്നാൽ ഒരിക്കലും നമുക്ക് കിട്ടിയതായ ലീഗൽ സ്റ്റാറ്റസ് നമുക്ക് അനുഭവിക്കാനൊക്കത്തില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മജീവിതത്തിൽ കുഞ്ഞായിരുന്നാൽ എന്തോ അവകാശി ആന്നേ പോലും ദാസനാണെന്ന്, കെയർ ടേക്കറുടെ ദാസനായി ജീവിക്കാനേ പറ്റത്തുള്ളൂ. ഇന്നും സഭകളിൽ ഇങ്ങനെ ആത്മീയ ശിശുക്കളുണ്ട്. അവർ പറയും, ഇവിടെ വേദന, അവിടെ വേദന, കിടക്കുമ്പോൾ സ്വപ്നം വരുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല, ഒരു ധൈര്യവുമില്ല, എൻ്റെ കാര്യം കട്ടപ്പുകയാണ്,
ഒരു പ്രതീക്ഷയില്ല പാസ്റ്റർ, ഒന്ന് പ്രാർത്ഥിക്കണം, കൊച്ചു കുഞ്ഞ, അതാ കാര്യം. കാരണം ആരിട്ട് കെയർ ടേക്കർ ഇട്ട് എന്ത് ചെയ്യാണ്, ഇട്ട് മാട്ടുക, ഇട്ട് കുഴയ്ക്കുക, ആകപ്പെടെ ടെൻഷനിൽ കിടക്കുക. ഹല്ലേലൂയ. നീ മനസ്സിലാക്കണം, നീ ആരാണ്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ തമ്പുരാന്റെ ചോരയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച തൻ്റെ പ്രിയ പൈതലാണ്. നീ ഇനി ചേറിക്കിടക്കേണ്ടവനല്ല, നീ ഇനി മാനസികമായി ഡൗൺ ആയിരിക്കേണ്ട വ്യക്തിയല്ല, നീ ഇനി ഒരു രോഗത്താൽ തളർന്നു പോകേണ്ടവനല്ല, ശത്രുവിൻ്റെ ഉപദ്രവത്താലും ഭീഷണിയാലോ ഡൗൺ ആകേണ്ടവനല്ല. എല്ലാത്തിൻ്റെ മുകളിലാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന പദവി. ഞാൻ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. ഒരു ശക്തിക്കുവനെ ഒതുക്കുവാൻ, തളർത്തുവാൻ, ഡൗണാക്കാൻ സാധിക്കത്തില്ല. ഇത് നമ്മൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ഉള്ള ഡിക്ലറേഷനാണ് ആത്മീയ മച്യൂരിറ്റിയുടെ സിംറ്റം. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ദൈവസഭ എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന ആ പത്രത്തിലെ അധികാരങ്ങളെല്ലാം മനസ്സിലാക്കണം. ഇതിനകത്തുണ്ട്, ആ പത്രത്തിലുണ്ട്. എൻ്റെ മോനുള്ളതായി തന്നല്ല ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, ഈ 10 വണ്ടിയുടെ ഉടമസ്ഥൻ, എൻ്റെ ഈ സ്റ്റീൽ കമ്പനിയുടെ ഉടമസ്ഥൻ എൻ്റെ ഈ കൊച്ചു കുഞ്ഞാണ്. ഇപ്പോൾ അവൻ കൊച്ചു കുഞ്ഞാണ്, നാളെ അവൻ വളർന്നു വരുമ്പോൾ അവനായിരിക്കും ഇതിൻ്റെ മുഴുവൻ അധിപൻ എന്ന് പത്രത്തിൽ എഴുതി വച്ചിരിക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ലേ, എൻ്റെ ജീവിതം കട്ടപ്പുക പരാജയമാണെന്ന് ചിന്തിപ്പിക്കുന്ന ദുഷ്ടപിശാചിനെ യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ശാസിച്ച് നമ്മൾ ജയമെടുത്ത് ക്രിസ്ത്യ ജീവിതം ജയത്തോടെ മുമ്പോട്ട് നടത്തണം. ഒരു ശക്തിക്കും നമ്മളെ ഡൗൺ ആക്കാൻ, ഡിസപ്പോയിന്റഡ് ആക്കാൻ, ഡിസ്റേജ് ആക്കാൻ ലൈസൻസ് ഇല്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കാരണം ലീഗലി വി ആർ ദ ബിലവഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ഓൾമൈറ്റി. ഹല്ലേലൂയ. ഈ വസ്തുത നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. ഇതെപ്പോഴും ഓർത്തിരിക്കണം. ഈ ദൃഷ്ടാന്തം ഓർത്താൽ മതി, പിന്നെ നമുക്ക് എപ്പോഴും ആത്മാവിൽ ത്രില്ലാകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. വേറൊരു ദൃഷ്ടാന്തമുണ്ട്, അത് മത്തായി 22 കിടപ്പുണ്ട്. അതും ഇതുപോലെ വേറെ ആംഗിളിൽ പറയുന്ന ഒരു വലിയ വെളിപ്പാടാണ്. അവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? മഹാരാജാവിൻ്റെ കല്യാണം. മഹാരാജാവിൻ്റെ കല്യാണത്തിന് എന്തുണ്ടായി? പുത്രൻ്റെ കല്യാണത്തിന് മഹാരാജാവ് തൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് വലിയ സദ്യവട്ടമെല്ലാം ഒരുക്കി. രാജാവിൻ്റെ സ്റ്റാറ്റസിനാക്കണം. തൻ്റെ മാന്യതയുള്ള ആൾക്കാരെ എല്ലാം, സ്റ്റാറ്റസ് ഉള്ളവരെല്ലാം വിളിച്ചു. ലാസ്റ്റിൽ വായിക്കുന്നത്, അവരെല്ലാം ഓരോരോ ഉപാധികൾ പറഞ്ഞ് പുറകോട്ട് പോയി കഴിഞ്ഞപ്പോൾ കല്യാണ ദിവസം ആരും ക്ഷണിച്ചവരെത്തിയിട്ടില്ല. മഹാരാജാവ് പിന്നെ ഒരു ഡിക്ലറേഷൻ അവിടെ എന്താ പറയുന്നത്? ദാസന്മാരോട് പറഞ്ഞു, നീ തെരുവിച്ചല്ല, അവിടെ കാണുന്ന യാചകരെയും നിർധനരെയും ഒന്നുമില്ലാത്തവരെയും അശരണരെ എല്ലാം വിളിച്ചുകൊണ്ട് പോരാൻ പറഞ്ഞു. എനിക്ക് വല്ലോം തരണേ എന്ന് സ്ട്രീറ്റിലിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പലർക്ക് ചെകിടര, മുടന്തര ചെകിടര, രോഗികളെ, ആശയില്ലാത്ത, പ്രതീക്ഷയില്ലാത്തവർ, അവരിങ്ങ് വിളിച്ചുകൊണ്ട് പോരാൻ പറഞ്ഞു. അവരിങ്ങോട്ട് വന്നു. അവർക്ക് ഒരു നിലയിലും മഹാരാജാവിൻ്റെ വിവാഹവേദിയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത അവനെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ എൻട്രി വെച്ച് എന്ത് ചെയ്യുന്നു? അവനെ നമ്മളീ പറഞ്ഞതുപോലെ നേരെ കുളിപ്പിച്ച് ഷെയ്വൊക്കെ ചെയ്ത് ഒരു നല്ല രാജാവിൻ്റെ സ്റ്റാറ്റസിന് തക്കണം ഒരു കല്യാണ വസ്ത്രം ധരിപ്പിച്ചിട്ട് അകത്തോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു, ഇരുന്നോളാൻ പറഞ്ഞു. മനസ്സിലായല്ലോ? നമ്മളെവിടെ കിടന്നവരാ? നിങ്ങളെവിടെ കിടന്നവരാ? സ്ട്രീറ്റിൽ കിടന്നവരാ. ഞാൻ അത്രയൊന്നും സ്ട്രീറ്റ് അല്ല എന്ന് ചിന്തിച്ചാൽ തീർന്ന പരിപാടി. ചിലതങ്ങനുണ്ട്. കർത്താവിൽ വന്നിട്ടും ഞാൻ ആനയായിരുന്നു, പൂനയായിരുന്നു, പൂക്കച്ചളയായിരുന്നു. എൻ്റെ കടവളെ ഒന്നും പറയരുതേ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഭാവനയാ, ഇതെല്ലാം ഭാവനയാ. ഉള്ളതുപോലെ പറഞ്ഞാൽ എത്ര പ്രാവശ്യം നമ്മൾ ദയനീയരായി, ഹെൽപ്ലെസ്സായി വാവിട്ട് കരഞ്ഞിട്ടുണ്ട്.
ഒരു നിലയിലും കരപിടിക്കാത്ത രീതിയിൽ വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്. അതായിരുന്നു നമ്മൾ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഒരു നിലയിലും തമ്പുരാന്റെ വേദിയിൽ കർത്താവിൻ്റെ സദസ്സിലിരിക്കാൻ യോഗ്യതയില്ലവൻ. അവൻ നമ്മളെ കൃപ തോന്നി യോഗ്യതപ്പെടുത്തി അവൻ്റെ കൂടെ നമ്മളെ ഇരുത്തിയിരിക്കുക. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം കൃപയാൽ. എത്ര പേർ ആത്മാവിൽ ഹൃദയത്തിൽ നിന്ന് പറയും, ഞാൻ അനുഭവിക്കുന്നത് കൃപയാലാണെന്ന്? പറയാൻ പറ്റുമോ? അത് ഇന്നല്ല, എന്നും പറയണം. പാസ്റ്റർ നിർബന്ധിച്ചിട്ടല്ല, എപ്പോഴും എന്നും നിങ്ങൾ ഭവനത്തിലും ചർച്ചിലും എപ്പോഴും ഞാൻ കൃപയാൽ, എൻ്റെ ജീവിതം കൃപയാൽ, എനിക്കുള്ളത് കൃപയാൽ, ഞാനാകുന്നത് കൃപയാൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഈ ഭാഗത്തേക്ക് പിന്നെ നമ്മൾ വരേണ്ടതായിട്ടുണ്ട് മുമ്പോട്ട് പോകുമ്പോൾ. അതുകൊണ്ട് ഞാൻ ആ ഭാവം അത്രയും പറഞ്ഞ് അവിടെ നിർത്താം. ഓക്കെ, ശരി. അങ്ങനെ ഇപ്പം നമ്മൾ ഇവിടെ വന്നു പറഞ്ഞേ, കർത്താവിൻ്റെ കാൽവറിയിലെ ക്രൂശിൻ്റെ രക്ഷയിലൂടെ ഇപ്പം നമ്മൾ ഇവിടെ വന്നു കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ വേദിയിൽ. ഇന്ന് ദൈവസഭയിൽ ദൈവമക്കൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലിരിക്കുന്ന സ്റ്റാറ്റസായത്. ഇനിയിപ്പം ഞാൻ നിങ്ങളുടെ മധ്യേ ഇരുന്ന് ശുശ്രൂഷിക്കുന്ന എൻ്റെ ഒരു ചോക്ലേറ്റ് ഒന്നുകൊണ്ടുമല്ല, അവൻ എന്നെ ആരാക്കി? യോഗ്യതപ്പെടുത്തിയത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറത്ത് നമുക്കൊന്നും പറയാനില്ല. ഈ ആശയം തെളിയിക്കാൻ തിരുവഴുത്തിൽ പിന്നെയും കടപ്പുണ്ട് പല സംഭവം. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ അർഹത 100% ഇല്ലാത്തവരായിരുന്നു. അവൻ നമ്മളെ കൃപയാൽ അർഹതപ്പെടുത്തി ഇന്ന് തൻ്റെ കൂടെ തന്നെ ഉയർത്താനും മഹത്വപ്പെടുത്താനും അവൻ നമ്മളെ കൃപ തോന്നി വച്ചിരിക്കുക. അതുകൊണ്ട് ദൈവസഭയിൽ നിന്ന്, ദൈവമക്കളിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, അധരത്തിൽ നിന്നും നമ്മുടെ സ്തോത്രവും സ്തുതിയും ആരാധനയും ഒക്കെ എന്നും 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 നമ്മളിന്ന് വന്നുകൊണ്ടേയിരിക്കണം. അതാരുടെയും പരപ്രേരണ കൊണ്ടാകരുത്. നമ്മൾ എവിടായിരുന്നു എന്നോർത്ത്, ഇന്നെന്നെ കർത്താവ് ആക്കിയത് എവിടാന്നോർത്ത്, ഇനി എവിടേക്ക് അവൻ എന്നെ നടത്തുക എന്നോർക്കുമ്പോൾ നമ്മൾ അവനിങ്ങനെ നന്ദി കരേറ്റ് സ്തോത്രം ചെയ്ത് ആരാധിച്ചു കൊണ്ടിരിക്കും. ഈ റിയാലിറ്റി മനസ്സിലാക്കി ആരാധിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇടയ്ക്ക് ചെലുത്താൻ ചിലപ്പോൾ നിങ്ങളെ പുറകോട്ട് പിടിക്കുന്ന എന്തെങ്കിലും രോഗത്തിൻ്റെ, ട്രഡീഷൻ്റെ, പാരമ്പര്യത്തിൻ്റെ ഏതെങ്കിലും ചില പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊട്ടി പറഞ്ഞു പൊക്കോളും. ഒന്നാമത്തെ മെഡിസിൻ എന്നെന്ന് ചോദിച്ചാൽ, ഞാൻ തോറ്റവനാണ്, എന്നാൽ അതെല്ലാം എൻ്റെ കർത്താവിനോട് സമ്മതിച്ചപ്പോൾ അതെല്ലാം ക്ഷമിച്ച് അവൻ എന്നെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. കൃപയാൽ, എൻ്റെ മിടുക്കൊണ്ടല്ല, അവൻ ദയ തോന്നി എന്ന് നമ്മൾ വിശ്വാസ പറഞ്ഞു കഴിയുമ്പോൾ ആ കുറ്റബോധം മാറിക്കിട്ടും. ഇന്ന് രാത്രി ആരെങ്കിലും കുറ്റബോധം ബാധിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറ, ഞാൻ കൃപയാൽ, അവൻ്റെ കൃപയാൽ, അവൻ്റെ കഴുകലിനാൽ, എൻ്റെ ഒരു മിടുക്കം കൊണ്ടല്ല, ഒന്നല്ല അനവധി പ്രാവശ്യം ഞാൻ തോറ്റുപോയി, എങ്കിലും അവൻ എന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്നു. അവൻ എന്നെ ഒരു നാളും തള്ളത്തില്ല, ഒരു നാളും എന്നെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ എന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്നുള്ള അവൻ്റെ വാഗ്ദത്തം നമ്മളൊന്ന് ആത്മാവിൽ ഉരുവിട്ടാൽ മതി. അപ്പം തന്നെ നിങ്ങളുടെ മേലുള്ള തോൽവിയുടെ നെഗറ്റീവിസത്തിൻ്റെ കയർ പറഞ്ഞു പോകും. നമ്മൾ ജയാളിയുടെ വാക്കുകൾ, ജയാളിയുടെ പാട്ട്, ജയാളിയുടെ ഹല്ലേലൂയ പറയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആനന്ദം നമ്മുടെ മിടുക്കിലല്ല, നമ്മോട് ദയ കാണിച്ച കർത്താവിന്റെ ദയയിലാണ്. ആമേൻ. എത്ര പേർക്ക് മനസ്സിലായി? ഈ വെളിപ്പാട് ദൈവസഭയ്ക്ക് എപ്പോഴും എന്നും ഉണ്ടാകണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ഈ ഏഴിപ്പരം ആശീർവാദങ്ങൾ അടങ്ങിയിരിക്കുന്ന ക്രൂശിലെ രക്ഷണ്യ പദ്ധതി നമ്മൾ വിശ്വാസത്താൽ ഏറ്റെടുത്തു. ഇപ്പം നാം ക്രിസ്തുവിൽ സമ്പന്നരായി. നമ്മളെ എവിടെ ഇരുത്തിയിരിക്കുക?
എഫെസ്യർ 2:7 എന്താ പറയുന്നത്? ക്രിസ്തുവോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ലീഗലി നൗ വി ആർ സീറ്റഡ് വിത്ത് ദ ലോർഡ് ഇൻ ഹെവൻ. ആമേൻ. ലീഗലി. ഇനി നമ്മൾ വിശ്വാസത്താൽ ആ ട്രൂത്ത് മനസ്സിലാക്കി നമ്മൾ ആത്മാവിൽ കയറി വരണം. ഏതാ? ഗ്രാമത്തിലെ പെങ്കൊച്ച് പട്ടണത്തിലെ പെങ്കൊച്ചായി മാറണം. അത് നമ്മൾ എന്ത് ചെയ്യണം? സംസ്കാരം ഇതിലൂടെ മാറ്റിയെടുക്കണം. വെളിപ്പാടിലൂടെ നമ്മുടെ പഴയ ഗ്രാമ സ്വഭാവമെല്ലാം മാറ്റി പട്ടണ സ്വഭാവം, സ്വർഗത്തിൻ്റെ സ്വഭാവം ആക്കിയെടുക്കണം. അത് അവരോട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, മനസ്സിലായോ ഇല്ലയോ? സ്വത്രം സ്വത്രം. പട്ടണത്തിലെ ധനാട്യന്റെ ഭാര്യയായിട്ട് ഇപ്പോഴും ഇനി ഗ്രാമത്തിലെ കൾച്ചർ കാണിക്കരുത്. വൃത്തികേടാ. പ്രൈസലോ. അത് നമ്മുടെ ആത്മ മണവാളനെ അപമാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശരി, ഇനി നമുക്ക് നമ്മൾ ആ വായിച്ച കുറിവാക്യം ഒന്ന് വായിച്ചേ. 3:27 എന്താ വായിച്ചത്? ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല. ഈ ചേറ് കുഴിയിൽ നിന്ന് ഞാൻ ഇപ്പൊ പുറത്തു വന്നിട്ട് പറയാം, ഞാൻ ഏതാണ്ട് നേടി പരിശ്രമിച്ച് ഞാൻ ഇവിടെ കയറി വന്നു എന്ന് വീമ്പടിക്കുന്നവനോട് പറയാ, പ്രശംസിക്കുന്നവൻ ആരുണ്ടടാ ദൈവസഭയ്ക്കകത്ത്? പോയി, എല്ലാ പ്രശംസയും പോയി. ഒരുത്തനും പ്രശംസിക്കാൻ ലൈസൻസ് ഇല്ല. എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, കൃപയാ. ഹല്ലേലൂയ. പ്രവർത്തിയാൽ അല്ല. പക്ഷേ ഇതൊരു വെളിപ്പാടാ. ഇന്നത്തെ നമ്മുടെ നാമധേയ നസ്രാണി ലോകത്തിന് ഈ വെളിപ്പാട് ഇതുവരെ തലയ്ക്കകത്ത് കയറിയിട്ടില്ല. അവർ ഭയങ്കര പഠിത്തക്കാരാ. പക്ഷെ വചനത്തിൻ്റെ ABCD അകത്ത് കയറിയിട്ടില്ല. നമുക്ക് ഇന്നത്തെ നാമധേയ പ്രസ്ഥാനങ്ങളെ ഓർത്ത് വാവിട്ട് കരയണം. കർത്താവ് ഇവിടെ കണ്ണ് തുറക്കണമെന്ന്. ഹിന്ദു ജാതികളെ ഡീൽ ചെയ്യുന്നതിനൊക്കെ ഭയങ്കര വായ്പ ഈ നാമധേയ എന്താ പറയുന്നത്, മണ്ഡലത്തെ രക്ഷിക്കാൻ. സ്വത്രം. ഞങ്ങൾക്ക് കൃപയാ വലിയൊരു ഡെയിലി ഞങ്ങൾ കർത്താവുമായിട്ട് പുലബന്ധമില്ലാത്തവരെ ഡെയിലി ഡീൽ ചെയ്ത് ഒറ്റ മീറ്റിങ്ങിലൂടെ രക്ഷിക്കപ്പെട്ട് കർത്താവുമായിട്ട് കൈപിടിക്കുക. കടവളെ നമ്മുടെ നാട്ടിലെ നാമധേയ ട്രഡീഷണൽ ക്രിസ്ത്യൻസിനെ മാസങ്ങൾ അമ്മാമ്മ ചായ വരണേ നോക്കാം ഇങ്ങനെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു തലത്തിൽ ആരെങ്കിലും ഉണ്ടെ ഇന്ന് രാത്രി ഒറ്റ അടിക്ക് കൂടിന്ന് പുറത്ത് കയറിക്കണം. എല്ലാ പ്രശംസയുടെ തണ്ടും കർത്താവിൻ്റെ പാദത്തിൽ അടിയറ വെക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ ആകുന്നെന്ന് സമ്മതിച്ചു കൊടുക്കാത്ത എല്ലാവരും നരകത്തിനുള്ളവനാണ്. കാരണം അതുകൊണ്ട് ഞാൻ എൻ്റെ മിടുക്കിൽ സ്വർഗത്തിൽ പാലിരിക്കുക. നീ അവിടെ മിടുക്കിൽ കടന്നൊരു പരിശ്രമിച്ചു, തുഴഞ്ഞ് നീ ആ ചേറിയിൽ നിന്ന് കര ജീവിതത്തിൽ പുറത്തു വരുത്തുന്നു. അതിനാണ് നല്ല ദുഷ്ടാന്ന ദൈവാത്മാവ് അവിടെ പറഞ്ഞേക്കുന്നത്. ചിലരൊക്കെ അങ്ങനെ ചിന്തിക്കും, കുഴപ്പമില്ല, ഞങ്ങൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അവിടെ പോന്നു, ഇവിടെ പോന്നു, ഞങ്ങൾ സ്വർഗത്തിൽ പോയില്ല, പിന്നെ ആരാ പോകുന്നത്? പോകത്തില്ല. നീ എന്തുകൊണ്ടാ ചേറിക്കിടക്കുന്നവൻ പുറത്ത് പോയാൽ നീ വരത്തില്ല. ഹല്ലേലൂയ. ദൈവമക്കൾ ഇന്ന് എന്തെങ്കിലും ആനന്ദിക്കുന്നെങ്കിൽ പ്രശംസിക്കുന്ന കാരണം നമ്മളല്ല, കൃപയാണ്. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ശേഷമുള്ള അപ്പോസ്തലന്മാരെക്കാളെല്ലാം ഞാൻ അധ്വാനിച്ചു, വളരെ അധ്വാനിച്ചു. എന്നിട്ട് പറയാം, ഞാനല്ല, അവൻ്റെ കൃപ, അവൻ്റെ കൃപ. അവൻ ഭയങ്കര വിദ്യാസമ്പന്നനാ, ഭയങ്കര പകൽപ്പനാ, ന്യായപ്രമാണത്തിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടലാ. എങ്കിലും പറയാം, ഞാൻ അല്ല, ഞാൻ ഒന്നുമില്ല, ഞാൻ സീറോയാണ്, അവൻ്റെ കൃപയാൽ. മറ്റൊരിക്കൽ ഈ പൗലോസ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഞാൻ സകല വിശുദ്ധന്മാരിലും ഏറ്റവും കേട്ടോ. സി വണ്ടർഫുൾ ഈസ് അഡ്മിറ്റിംഗ് ഹിസ് ഗ്രേസ്. കർത്താവിൻ്റെ ഗ്രേസിനെ അഡ്മിറ്റ് ചെയ്യുക. ഞാൻ ഒന്നുമില്ല, കൃപയാൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളിപ്പം ഇന്ന് ദൈവകൃപ വന്ന്
വായി പാട്ട് തന്ന് ആനന്ദമുള്ളവരായി പാടുന്നു, പ്രാർത്ഥിക്കുന്നു, നൃത്തം ചെയ്യുന്നു, സന്തോഷിക്കുന്നു, കർത്താവിനെ സേവിക്കുന്നു. ഈ വെളിപ്പാട് ആത്മാവിൽ നിങ്ങളെ എന്തുമാത്രം ഡിക്ലെയർ ചെയ്യുമോ നിങ്ങളുടെ മേലുള്ള രോഗബന്ധനങ്ങൾ പൊട്ടിപ്പോകും, നിങ്ങളുടെ മേലുള്ള നെഗറ്റീവിസം പറഞ്ഞു പോകും, നിങ്ങളുടെ മേലുള്ള നെഗറ്റീവ് ഫീലിങ്സ് പറഞ്ഞു പോകും, നിങ്ങളുടെ കുടുംബത്തിലെ ഡിസ്പ്യൂട്ട് പറഞ്ഞു പോകും, നിങ്ങളുടെ അതേ ദൈവികമല്ലാത്ത എല്ലാ ക്യാരക്ടറും പറഞ്ഞു പോകും. ഈ ട്രൂത്ത് നിങ്ങളെ വിശ്വാസത്താൽ ഒന്ന് കൺഫെഷൻ ചെയ്താൽ മതി. Praise the Lord. Hallelujah. Hallelujah. ഒരു ദൈവ പൈതലിനെ ജീവിതത്തിൽ പ്രശംസിക്കാൻ വകയില്ല. ഞാൻ എൻ്റെ കൊണ്ട്, എൻ്റെ ശ്രമം കൊണ്ട് എന്ന് പറയാനില്ല. പറഞ്ഞാൽ മഹാപാപമാണ്. കൃപ കൊണ്ടല്ലാതെ നമുക്കൊന്നുമില്ല, കൃപയല്ലാതെ ഒന്നുമില്ല. ഹല്ലേലൂയ. പോട്ടെ, മുമ്പോട്ട് വേഗത്തിൽ പോകാം. ഇങ്ങനെ വിശ്വാസത്താൽ അപ്പനും നമ്മൾ കൈനീട്ടി മേടിച്ചതാ, പ്രവൃത്തി കൊണ്ടല്ല മേടിച്ചതാ. ക്രൂശിലെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മേടിച്ച നമ്മൾ ഇനിയിപ്പം നമ്മുടെ വിശ്വാസത്തെ പറ്റി ഒന്ന് പറയാൻ പോവാം. ഇതിന് അടുത്ത ഒരു വലിയ വെളിപ്പാടാണ് പറയാം. വെളിപ്പാടെന്ന് പറഞ്ഞാൽ ഇന്ന് ക്രൈസ്തവ സഭയിൽ, ദൈവസഭയ്ക്കകത്തെ ഒരു ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ് ഈ വിശ്വാസം. 4-ാം അധ്യായത്തിലെ വിശ്വാസം കൊണ്ട് നമ്മളൊന്ന് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ആത്മീയഗോളത്തിലെ വിശ്വാസം എന്തിനു വേണ്ടിയൊക്കെ വിനിയോഗിക്കുന്നറിയാമോ? ഇന്നൊരച്ചാരം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഇത്ര വർഷമായി മരുന്ന് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഓക്കെ, പ്രൈസ് ലോർഡ്, നല്ല കാര്യമാണ്, ഞാൻ അഭിനന്ദിക്കുന്നു. ചില പറയാറുണ്ട് ഞാൻ വെള്ള വസ്ത്രം തന്നെ ഇടത്തുള്ളൂ, ഞാൻ മറ്റേത് എടുത്തു. ഓക്കെ ഫൈൻ, നല്ലതാണ്. വേറെ ചിലർ പറയും ഞാൻ മീശ വെക്കത്തില്ല, ഞാൻ അത്ര ഭക്തരാണ്. ഓക്കെ ഫൈൻ, വെരി ഗുഡ്, നല്ല കാര്യം. ഇതെല്ലാം നല്ലതാണ്. പക്ഷെ നമ്മുടെ വിശ്വാസം ഇങ്ങനെ ഭൂമിയിലുള്ള കുറേ സാധനങ്ങൾ നേടിയെടുക്കാനുള്ളതല്ല. അതാ പറഞ്ഞത്, അല്പം ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ ആദ്യമേ അങ്ങ് പറയാം, ഓപ്പണായിട്ട് പറയാം. ഈ 4-ാം അധ്യായത്തിൽ കൂടെ വിശ്വാസത്തെ നമ്മളെ ഒന്ന് പഠിപ്പിക്കാൻ പൗലോസ് അബ്രഹാമിനെയാണ് കൂട്ടുപിടിക്കുന്നത്. കാരണം അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന ഉള്ള അപരനാമമുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വിശ്വാസമാണ് നമ്മൾ കോപ്പി ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ എന്തുവാ, അല്ലെ വിശ്വാസം എന്തുവായിരുന്നു, തൻ്റെ വിശ്വാസത്തിൻ്റെ സാരാംശം എന്തുവായിരുന്നു? അബ്രഹാമിനോട് പറഞ്ഞു, നീ നിൻ്റെ വീടും കൂടും നാടും ചാർച്ചക്കാരെ എല്ലാം വിട്ടച്ച് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പുറപ്പെട്ടാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഉൽപ്പത്തി 12 കാണുന്നുണ്ട്. 1, 2, 3, 4 വാക്യത്തിൽ വായിക്കുമ്പോൾ കുറേ വാഗ്ദത്തങ്ങൾ, 6-7 കൂട്ടം വാഗ്ദത്തങ്ങൾ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ആ വാഗ്ദത്തങ്ങളെല്ലാം കൂടെ ചുരുക്കി ഉൽപ്പത്തി 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ എല്ലാ വാഗ്ദത്തങ്ങളും 3 കാര്യത്തിൽ ഒതുങ്ങിയിരിക്കുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും. അത് യാക്കോബിനോട് ബന്ധപ്പെട്ട് അത് പറയുക. ഒന്ന് കാണിക്കുക. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 26. ഉൽപ്പത്തി 26-ന്റെ 4-ാമത്തെ വാക്യം. ഇതായിരുന്നു കർത്താവിന്റെ 3 വാഗ്ദത്തങ്ങൾ അബ്രഹാം, ഇസാക്ക്, യാക്കോബിനോട് കൊടുത്തത്. അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ 3 വാഗ്ദത്തമാണ് കാണുന്നത്. 12-1 വായിക്കുമ്പോൾ 1, 2, 3 വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വിശദീകരിച്ച് കാണുന്നുണ്ട്. എന്നാൽ ആ വിശദീകരിച്ചതെല്ലാം കൂടെ നക്ഷലായിട്ട് 3 കാര്യത്തിൽ ഒതുങ്ങുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ സന്തതിയെ അനുഗ്രഹിക്കും. അബ്രഹാമിനോട് പറഞ്ഞ സന്തതിയുടെ അനുഗ്രഹം എന്തോ ആയിരുന്നു പറഞ്ഞേ?
ആകാശത്തിലെ നക്ഷത്രങ്ങൾ എങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു, ഉയർന്നു നിൽക്കുന്നു, അതുപോലെ നിന്റെ തലമുറകൾ അബ്രഹാം. നീ നിന്റെ വീടും കൂടും ചാർച്ച എല്ലാം വിട്ടിട്ട് എൻ്റെ വിളി കേട്ട് എൻ്റെ പിന്നാലെ വിശ്വാസത്താൽ ഇറങ്ങിയത് കൊണ്ട് നിനക്കിന്ന് സന്തതി ഇല്ലെങ്കിൽ പോലും ഞാൻ നിനക്ക് സന്തതിയല്ല, സന്തതികൾ എത്ര എണ്ണാൻ പറ്റത്തില്ല. അത് നിനക്ക് ആ കുഞ്ഞിനെ നിന്റെ ശ്രമം കൊണ്ട് ഉയർത്താൻ പറ്റത്തില്ല. നിനക്കെണ്ണാൻ പറ്റുന്നതിനേക്കാൾ ഞാൻ നിന്റെ കുഞ്ഞുങ്ങളെ അസംഖ്യമാക്കും, അതിനെ തേജസ്സുള്ളതാക്കും, അതിനെ ഞാൻ ഉയർത്തിയെടുക്കും. പിന്നെ പറഞ്ഞു, സമുദ്രത്തിന്റെ തീരത്തിലെ സീഷോറിലെ മണൽ പോലെ ഞാൻ അസംഖ്യമാക്കും. പണ്ടത്തെ കാലത്തൊക്കെ ധനത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു സമുദ്രത്തിൻ്റെ തീരം. പട്ടണങ്ങളൊക്കെ അതുപോലുള്ള ഇടങ്ങളിലായിരുന്നു. അത് ധനത്തെ കാണിക്കുകയാണ്. ഓക്കെ, റൈറ്റ്. ചുരുക്കി പറഞ്ഞാൽ അബ്രഹാം, നീ എൻ്റെ പിന്നാലെ ഞാൻ പറഞ്ഞു കേട്ട് ഇറങ്ങി തിരിച്ചത് കൊണ്ട് നിന്റെ തലമുറയ്ക്ക് ഒരു ദോഷവും വരത്തില്ല. എണ്ണത്തിൽ കുഴപ്പം വരത്തില്ല, സ്റ്റാറ്റസിൽ കുഴപ്പം വരത്തില്ല, പ്രൗഢിയിൽ വരത്തില്ല, മിടുക്ക് വരത്തില്ല, സാമർത്ഥ്യത്തിൽ വരത്തില്ല, ഒന്നിലും മൈനസ് ആകത്തില്ല, ബഹുനിപുണരായിരിക്കും എന്ന് പറഞ്ഞു. അബ്രഹാമിനോട് ദൈവം അന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഒന്ന്, നിന്റെ തലമുറകളുടെ അനുഗ്രഹമാണ് ഒന്നാമത്തെ വാഗ്ദത്തം. ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശം. രണ്ടാമത്, ഈ ദേശം, ഈ ഭൂമി ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കും. ഭൂമി എന്ന് പറഞ്ഞാൽ ധനത്തെ കാണിക്കും. ഇന്നത്തെ കാലത്ത് ധനത്തിന് ഭൂമിയല്ല പ്രാധാന്യം. ഇന്ന് ഭൂമി കൊടുത്താൽ ആരും ഭൂമിയിലൊന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ പിള്ളേർ തലമുറ ഒരു 10-30 വർഷത്തിന് പുറകെ വരെ നമ്മുടെ കേരളക്കരയിൽ 4 കാശെന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, ധനമാണ്. വിവാഹത്തിന് പോലും പ്രപ്പോസൽ, പയ്യന് എത്ര ഏക്കർ ഭൂമിയുണ്ട്, ധനമാണ് എന്ന് പറഞ്ഞാൽ വസ്തുവാണ് മീൻ ചെയ്തത്. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്തു? നിന്റെ കുഞ്ഞുങ്ങൾക്ക് ധനത്തിന് ഒരു കുറവും വരത്തില്ല, ധനം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഇപ്പം മനസ്സിലായല്ലോ? ഇപ്പം പിള്ളേർക്ക് എന്തോ 2 കാര്യമായോ? എന്തോ ഇന്ന് ഭൂമിയിൽ സർവ്വ മനുഷ്യർക്കും ഉള്ള 2 പ്രോബ്ലമായി ഇപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് ഡീൽ ചെയ്യുന്നത്. എന്തുവാ ഡീൽ ചെയ്യുന്നത് പറഞ്ഞ്? ഇന്ന് മനുഷ്യൻ മുഴുവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കിടന്ന് ജോലി ചെയ്യുന്നത്, അധ്വാനിക്കുന്നത്, മുഴുവൻ എന്തിനു വേണ്ടി? എന്താണ്? ഈ 2 കാര്യത്തിന് വേണ്ടിയാണ്. സർവ്വ അധ്വാനങ്ങളെ ക്രോഡീകരിച്ച് ഫിൽട്ടർ ചെയ്തെടുത്ത ഈ 2 കാര്യമാണ്. എന്തെന്തുവാ? 1 ധനം, 2 പിള്ളേരനുഗ്രഹിക്കപ്പെടണം. അവരുടെ പഠിത്തം, അവരുടെ കഴിവ്, അവരുടെ ബുദ്ധി, നല്ല സ്കൂള്, നല്ല കോളേജ്, നല്ല യൂണിവേഴ്സിറ്റി, പിന്നെ പുറത്ത്. അല്ലേ? മനസ്സിലായില്ലേ? പിന്നെ ധനം ഒക്കെ തീർന്നില്ലേ? ഇത് 2 ഉള്ളൂ. ഇതിനെ ചുറ്റിപ്പറ്റിയ മുഴുവൻ മനുഷ്യൻ്റെ മുഴുവൻ ശ്രമവും ഈ 2 കാര്യത്തിലാണ്. അത് ആഴമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. ഓക്കെ, റൈറ്റ്. ഇത് നമ്മുടെ 2 പ്രധാന പോയിന്റ് ഇതാണ്. ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഇനിയും നമ്മുടെ എല്ലാവരുടെയും ചർച്ചകളിലെ പ്രാർത്ഥനാ വിഷയം ഈ 2 വിഷയത്തിലാണ്. ഇനിയിപ്പോൾ ആ ഏരിയ ആണ് തൊടാൻ പോകുന്നത്. കർത്താവ് ഇവിടെ പറയുന്നത്, നിന്റെ മിടുക്കൊണ്ട് നിന്റെ പിള്ളേര് നമ്പർ കൂടത്തില്ല, നിന്റെ മിടുക്കൊണ്ട് നിന്റെ പിള്ളേര് നക്ഷത്രം പോലെ ശോഭിക്കത്തില്ല, നിന്റെ മിടുക്കൊണ്ട് നിന്റെ പിള്ളേര് അസംഖ്യമാകത്തില്ല. അതെല്ലാം ഞാൻ തരുന്ന പോലെ ഉള്ളൂ. ഇത് കർത്താവിൻ്റെ രക്ഷയ്ക്കകത്തുള്ള പാക്കേജാണ്. 2 ധനം, ഭൂമിയില്ലേ, ലാൻഡില്ലേ, സ്വത്തില്ലേ, ഈ ഭൂമി ഞാൻ നിനക്കും നിന്റെ തലമുറയ്ക്കും എന്നേക്കുമായി തന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ ആ സമയത്ത് ആരാ താമസിക്കുന്നത്? 7 ജാതികളാണ് താമസിക്കുന്നത്. ഫെലിസ്ത്യർ, അമോന്യർ, ഗർഗസ്യർ, ഇങ്ങനെ പല ജാതികളാണ്. 31 രാജാക്കന്മാരുണ്ട്, കുട്ടി രാജാക്കന്മാരുണ്ട്. നമ്മുടെ നാട്ടിലും പണ്ടങ്ങല്ലായിരുന്നു. കൊച്ചി രാജാവ്, സണ്ടർക്കാവിന് വേറെ രാജാവ്, നമ്മുടെ ഇന്ത്യയിൽ മൊത്തം 600 പരം രാജാക്കന്മാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ 31 രാജാക്കന്മാരുണ്ടായിരുന്നു. മൊത്തം 7 ജാതികളുണ്ടായിരുന്നു. അവരാണ് ആ ലാൻഡ് അപ്പോൾ കൺട്രോൾ ചെയ്തത്. പരിശുദ്ധ കർത്താവ് പറയുന്നു, അവരുടെ അതിക്രമം പെരുകിക്കഴിഞ്ഞപ്പോൾ കർത്താവ് അവരെ മാറ്റിയ ശേഷം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി നടന്ന്
കർത്താവിനെ സേവിച്ച് അബ്രഹാമിനും പിള്ളേർക്കും ഈ ലാൻഡ് കൊടുക്കാൻ കർത്താവ് തീരുമാനിച്ചു. ഇപ്പൊ മനസ്സിലായല്ലോ? കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന നമുക്കും നമ്മുടെ പിള്ളേരുടെ ധനമായി പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ കാര്യമായി പറയുന്നത്. അബ്രഹാമിൽ നിന്ന് ഇങ്ങോട്ട് വരിക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ വിളി കേട്ട് എല്ലാം ചപ്പും ചവർന്നും എണ്ണി കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചാ തൻ്റെ ജനത്തിൻ്റെ ധനം കർത്താവിൻ്റെ ദാനമാണ്. തൻ്റെ തലമുറകളുടെ നന്മ കർത്താവിൻ്റെ ദാനമാണ്. നമ്മുടെ പരിശ്രമമോ മിടുക്കോ സാമർഥ്യമോ അധ്വാനമോ അല്ല. ഇതാണ് ഈ 4-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. എന്നാൽ ഈ 2 തലത്തിലുള്ള നന്മ നമുക്ക് കിട്ടുന്നതിന് പ്രധാന വ്യവസ്ഥ എന്നു ചോദിച്ചാൽ 3-ാമതൊരു വാക്യത്തോടെ പറയുന്നു. അതൊന്ന് വായിച്ചേ. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ അർത്ഥമാണ് നമ്മൾ ഗലാത്യ ലേഖനത്തെ പൗലോസ് അതിങ്ങനെ പറയുന്നു. ഗലാത്യ 3:14 16 വാക്യം വായിച്ചേ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികളായ നമുക്ക് യേശുവിൽ കൂടെ കിട്ടേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? അവിടെ എന്താ വായിച്ചത്? നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഭൂമിയിലുള്ള സർവ മനുഷ്യരും അബ്രഹാമിന്റെ ഏക സന്തതിയിലൂടെ അനുഗ്രഹിക്കപ്പെടും. ആ ഏക സന്തതി ആരാ? അതായിരുന്നു കാണാൻ പോകുന്നത്. 16-ാം വാക്യം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല. സന്തതികൾ എന്ന അബ്രഹാമിന്റെ എല്ലാ ജഡത്തിലെ പിള്ളേരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച്, ഏക സന്തതിയെ കുറിച്ച. അത് ക്രിസ്തു തന്നെ. അത് ക്രിസ്തു. അബ്രഹാമിന്റെ കുടുംബത്തിൽ പറക്കുന്ന തമ്പുരാനാണ് ക്രിസ്തു. ആമേൻ. ആ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് അവന്റെ കാൽവറിയിലെ മരണത്തിലൂടെ നമുക്ക് കിട്ടുന്ന 7 കൂട്ടം അനുഗ്രഹം ഇപ്പൊ വായിച്ചു കേട്ടോ. ഇപ്പൊ നമ്മൾ കേട്ടില്ലേ? എന്താ പറഞ്ഞേ? അവന്റെ ക്രൂശിലെ രക്ഷയിൽ എന്തുണ്ട്? 7 കൂട്ടം പാക്കേജ് ഉണ്ടെന്ന് കേട്ടില്ലേ? ഓക്കെ, അത് മുഴുവൻ യേശു കൂടെ നമുക്ക് കിട്ടുന്ന കാര്യമാണ് അബ്രഹാമിനോട് അന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 14 വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടോ. 3 ഗലാത്യ 3:14. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ജാതികളായ നമുക്ക് അബ്രഹാമിനോട് പറഞ്ഞില്ലേ, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു. ആ അനുഗ്രഹം എനിക്ക്, നിങ്ങൾക്ക്, ജാതികളായ നമുക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം. ഓ, ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ, വിശ്വാസത്താൽ എന്ത് ചെയ്യണം? പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗവും അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ വിശദീകരിച്ച് വരും. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗത്തേക്ക് വരുമ്പോൾ അത് ഗലാത്യ ലേഖനത്തിലെ കുറച്ച് വാക്യം കൂടെ ചേർത്ത് വായിച്ചാലേ അത് കുറച്ചുകൂടെ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, റൈറ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അബ്രഹാമിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പുത്രനിലൂടെ സർവ മാനവജാതിക്കും ലഭിക്കുന്ന രക്ഷയാണ്. ആ രക്ഷ കിട്ടിക്കഴിയുമ്പോൾ നാം ആരായി? കർത്താവിൻ്റെ പ്രിയ മക്കളും. യേശു നമ്മുടെ ഉള്ളത്തിൽ രാജാവായി മാറുകയാണ്. അവൻ നമ്മുടെ ഉള്ളത്തിൽ രാജാവ്, നാം അവന്റെ രാജ്യത്തിലെ പ്രജയായി മാറുകയാണ്. അത് മനസ്സിലാക്കാൻ ഒരു വാക്കുകൊണ്ട് വായിക്കാം. കൊലോസ്യ 1:12. കൊലോസ്യ 1:12 വാക്യം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്. ശ്രദ്ധിക്കൂ,
നമ്മളെ അവിടെ 2 രാജ്യം പറയുന്നുണ്ട്. ഒന്ന്, നമ്മളെ വെളിച്ചത്തിൻ്റെ അവകാശികൾ ആക്കി തീർക്കാൻ വേണ്ടി നമ്മെ എന്ത് ചെയ്തു? ഇരുട്ടിൻ്റെ അധികാരം ഉണ്ടോ? ഇരുട്ട്, വെളിച്ചം, 2 രാജ്യം. ഒന്ന് ഇരുട്ട്, മറ്റൊന്ന് വെളിച്ചം. എന്ത് ചെയ്തു? നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇപ്പൊ നമ്മൾ ഏത് രാജ്യത്തിലാന്ന് പറഞ്ഞേ? പണ്ട് ഇരുട്ടിൽ, പണ്ട് പാപത്തിൽ, പണ്ട് ചേറിൽ നമ്മളെ അവൻ തെരഞ്ഞെടുത്ത് ഇന്ന് യേശുവിന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. നമ്മളെല്ലാം ഇന്നും ദൈവരാജ്യത്തിലെ പ്രജകളാണ്. നാം ഇന്ന് ദൈവരാജ്യത്തിൽ നടക്കുകയാണ്. അവൻ നമ്മുടെ മുകളിൽ രാജാവ്, അവൻ നമ്മുടെ അകത്ത് രാജാവ്, അവൻ നമ്മുടെ ആത്മാവിൽ രാജാവ്, അവൻ എൻ്റെ മനസ്സിൽ രാജാവ്, അവൻ എൻ്റെ ശരീരത്തിൽ രാജാവ്. ഹല്ലേലൂയ. വായിക്കാം റോമാലേഖനം 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ദൈവരാജ്യം എന്താന്ന് വ്യക്തമാക്കി പറഞ്ഞിരിക്കുക. ദൈവരാജ്യം ഒരു ചിലർ പറയും, ലൗകികർ പറയും, എന്താ പറഞ്ഞത്? ഇവിടെ കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ ഇതാണ് സ്വർഗം. ആ മൗഢ്യമായതിനെ എന്ത് ചെയ്യാണ്? വെട്ടുകയാണ് ഈ വാക്യം. എന്താ പറയുന്നത്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നീതി എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ഇതിനോട് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എന്താ പറയുന്നത്? പാപിയായ ക്രിമിനലായ തിന്മയിൽ കിടന്ന നമ്മളെ എന്ത് ചെയ്തു? സൗജന്യമായി അവൻ എന്ത് ചെയ്തു? ജസ്റ്റിഫൈഡ് ചെയ്ത് നമ്മളെ നീതീകരിച്ച് അവന്റെ വിശുദ്ധിയുടെ ഉടുപ്പ് നമ്മളെ ഉടുപ്പിച്ചു. അതിലൂടെ നമുക്കിപ്പോ കർത്താവുമായിട്ടൊരു നല്ല ആക്സസിബിലിറ്റി കിട്ടി. റോമർ 5:1 എന്ത് ചെയ്യുന്ന? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു സ്റ്റാറ്റസ് നമ്മളെ ആക്കി. അപ്പം ദൈവരാജ്യത്തിൻ്റെ 1ാമത്തെ ഭാഗം കർത്താവ് നമ്മളെ നീതീകരിച്ചു എന്നുള്ളതാണ്. അശുദ്ധരായ ക്രിമിനലായ നമ്മളെ നീതീകരിച്ച് അവൻ നീതിമാനാക്കി അവൻ്റെ നീതി നമ്മളെ ഉടുപ്പിച്ചു. ഇന്ന് അവൻ്റെ കല്യാണത്തിൽ, പുത്തൻ്റെ കല്യാണത്തിൽ അവൻ്റെ കൂടെ ഇരുന്ന് അനുഭവിക്കാൻ നമ്മളെ തിരഞ്ഞെടുത്തു. ദൈവരാജ്യത്തിൻ്റെ 1ാം ഭാഗം നീതി, 2ാമത്തെ ഭാഗം സമാധാനം. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കേവലം നമ്മുടെ അകത്തുള്ള ഒരു പീസ് കൊണ്ട് തീരുന്ന പരിപാടിയല്ലത്. ഏത് സമയം നമ്മുടെ ഉടമസ്ഥൻ, സൃഷ്ടാവ്, ജീവൻ തന്നവൻ, സർവത്തിൻ്റെ അധിപനായവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് അബ്ബാ പിതാവേ എന്ന് വിളിച്ച ഏത് കാര്യം തുറന്നു പറയാനും അവനോട് പിതാവേ എന്ന് പറഞ്ഞെപ്പോഴും അടുത്ത് ചെല്ലാനുള്ള ഒരു പ്രാഗൽഭ്യം. കാരണം നമ്മൾ അവൻ്റെ രാജ്യത്തിലെ പ്രജയാണ്. രാജാവിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഹല്ലേലൂയ. ഇതാണ് സംഭവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അതാ പറയുന്നത്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നീതി, 2 സമാധാനം, 3 എന്താ പറയുന്നത്? പരിശുദ്ധ ആത്മാവിൽ സന്തോഷം. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ശരീരാത്മദേഹികളിൽ കർത്തൃത്വം ചെയ്യുകയാണ്. എൻ്റെ മനസ്സിൽ കർത്താവ് കർത്തൃത്വം ചെയ്യുന്നു. എൻ്റെ പ്രശ്നത്തിൽ, എൻ്റെ എല്ലാ വിഷമങ്ങളിലും, എൻ്റെ എല്ലാ ക്ലേശങ്ങളിലും, എൻ്റെ എല്ലാ എന്താ പറഞ്ഞത്, എന്നെ അസ്വസ്ഥമാക്കുന്ന എല്ലാ തലങ്ങളിലും അവൻ രാജാവാണ്. പരിശുദ്ധാത്മാവിലൂടെ അവൻ വാഴുകയാണ്. ഈ വെളിപ്പാടാണ് ദൈവരാജ്യം. ഹലോ, ഒന്ന് പറഞ്ഞേ. നമ്മളെല്ലാവരും ഇന്ന് എവിടെ ആയിരിക്കും എന്ന് പറഞ്ഞേ? കർത്താവിൻ്റെ രാജ്യത്തിലെ പ്രജകളാണ്. അവൻ നമ്മുടെ അകത്ത് രാജാവാണ്. അത് സ്ഥാപിക്കാൻ ഒത്തിരി വാക്യങ്ങളുണ്ട്. ഒരു വാക്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചു തരാം. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിലേക്ക് വന്നേ. അവൻ നമ്മുടെ അകത്ത് 14
15, 16, പിന്നെ 23. ഒന്ന് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നേക്കും പരിശുദ്ധാത്മാവിനെ കർത്താവ് ഭൂമിയിലെ ജീവിതത്തിന്റെ സമാപനത്തിൽ പറയാ, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകും, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ എന്ത് ചെയ്യും? സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ, ആശ്വാസപ്രദനെ നിങ്ങൾക്ക് വേണ്ടി തരും. എത്ര ദിവസത്തേക്ക്? എന്നേക്കും. പറ, എന്നേക്കും. പിന്നെ അടുത്ത വാക്യം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും ആ കാര്യസ്ഥൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് നിങ്ങളിൽ നമ്മുടെ അകത്തിരിക്കുകയും ചെയ്യുന്നു. ആര്? തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത്, പറ, അകത്തിരിക്കുന്നു. ഓ വണ്ടർഫുൾ. മനസ്സിലായോ? ഇനി 23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്താ മനസ്സിലായി? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, പിന്നെ എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും പിതാവും കൂടെ അവന്റെ അടുക്ക വന്ന് അവനോട് കൂടെ. മോളിൽ വായിച്ചു കേട്ടു 16-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ. ഇവിടെ വായിച്ചു കേട്ടു പിതാവും പുത്രനും. അമ്മ സ്വർഗം നമ്മുടെ കൂടാന്ന്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെ. ഇത് കൂടുതൽ എന്താ വേണം? ഇതുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിലാ. ഓ ഹല്ലേലൂയ! ഇതാണ് സ്വർഗം. ഇവിടെ നമ്മൾ ഇന്ന് സ്വർഗം അനുഭവിക്കുന്നവർക്കാണ് അവിടെ സ്വർഗം. ഇവിടെ ഇതെല്ലാം ഉണ്ടായിട്ടും അനുഭവിക്കാതെ കരഞ്ഞു കൂകി, എന്താ ഒന്നും പറയത്തില്ല, ഇങ്ങനെ ഗതികെട്ടവനായി കരഞ്ഞു കൂകി ഇരുന്നാൽ പിന്നെ എങ്ങനാ അവിടെ കിട്ടാൻ പോകുന്നത്? ഇവിടെ കിട്ടണം, ഇവിടെ അനുഭവിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം ഈ 3:24 വായിക്കുമ്പോൾ സ്വർഗത്തിലെ ആ രക്ഷയുടെ, ക്രൂശിലെ ആ രക്ഷയുടെ പാക്കേജ് പറഞ്ഞിട്ട് പറയുക, ഇത് നമ്മൾ അപ്പൻ നിന്ന് എങ്ങനെ ഒരാഴ്ച മുഴുവൻ പിതാവ് സമ്പാദിച്ച സ്വത്ത് ലാസ്റ്റ് ഡോക്യുമെൻ്റാക്കി കുഞ്ഞുങ്ങളിലേക്ക് തയ്യാറാക്കി ഡോക്യുമെൻ്റ് കൊടുക്കുമ്പോൾ, രജിസ്റ്റർ ചെയ്ത ഡോക്യുമെൻ്റ് കൊടുക്കുമ്പോൾ, ആ മരിക്കാറായ പിതാവ്, ആ സ്നേഹനിധിയായ പിതാവ് തൻ്റെ കുഞ്ഞിന് കൊടുക്കുമ്പോൾ, മകനത് കൈനീട്ടി, എൻ്റെ ഡാഡി, എൻ്റെ പപ്പ എനിക്ക് വേണ്ടി അങ്ങ് സമ്പാദിച്ചല്ലോ, സന്തോഷത്തോടെ ആദരവോട് കൈനീട്ടി മേടിക്കുക. ഇതാണ് വിശ്വാസം. അപ്പനത് കൈനീട്ടി മേടിക്കുക. പിതാവ് ഒരാഴ്ച മുഴുവൻ സമ്പാദിച്ചത് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. ഓ, എന്ത് ഭയങ്കര ആനന്ദത്തോടാണ് മേടിക്കുന്നത്. ഇത് ഡെയിലി നമ്മൾ വിശ്വാസം മേടിക്കണം കർത്താവ്. ഇതാണ് ക്രിസ്ത്യ ജീവിതം. ഹല്ലേലൂയ! ഈ സ്വത്താണ് ഇതിനകത്ത് മുഴുവൻ കൊടുത്തേക്കുന്നത്. തമ്പുരാൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്വത്ത്. ഇത് നമ്മൾ വിശ്വാസത്തെ ഡെയിലി ചോദിച്ചു പ്രാർത്ഥിച്ചു വാങ്ങി രാജാവിനെ പോലെ കർത്താവിൻ്റെ പ്രിയ മക്കളുടെ സ്റ്റാറ്റസിൽ ആത്മാവിൽ നൃത്തം ചെയ്ത് നടക്കുന്നതാണ് ദൈവരാജ്യത്തിലെ ജീവിതം. എത്ര പേർക്ക് മനസ്സിലായി? കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. എല്ലാവരും ക്രിസ്തുവിൽ സമ്പന്നനാണോ അല്ലയോ? പറ. ഇനി എനിക്കൊന്നുമില്ല, എൻ്റെ കാര്യം കട്ടപ്പുകയാന്ന് നിരാശപ്പെട്ട് പറയുമോ? പറയത്തില്ലെന്ന്. ഹല്ലേലൂയ! ഞാൻ യേശുവിൽ സമ്പന്നനാന്ന് പറ. ഞാൻ യേശുവിൽ സൗഖ്യമുള്ളവരെന്ന് പറ. ഞാൻ യേശുവിൽ ജയാളി എന്ന് പറ. ഞാൻ യേശുവിൽ വിശുദ്ധനെന്ന് പറ. ഞാൻ യേശുവിൽ എല്ലാ വിധത്തിലും ജയാളി എന്ന് പറ. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ട്. കരങ്ങൾ അടിച്ച്. ഹല്ലേലൂയ! കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും.